ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, പന്തൽ കീഴുപോഷരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ഒരു ദിനം കൂടി ലോകൈക രക്ഷകനും മാനകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായി ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും ക്രിസ്തുയേശുവിലുള്ള സാക്ഷ്യം നിമിത്തം സന്ധ്യയെങ്കിൽ വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ ഡിസംബർ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിലും മഹാദൈവം ഒരവസരം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന യോഗ പരമ്പരകൾ അവസാന രാത്രി വചന പ്രഘോഷണത്തിൽ ക്ഷണിച്ച ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കല്ലേലി അവിടുത്തെ ദൈവകുഞ്ഞുങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ ബഹുമാന്യ സ്നേഹിതൻ സാമ്പനിച്ചൽ പാസ് കുഞ്ഞുങ്ങളെല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി രാത്രി രേഖപ്പെടുത്തുന്നു. ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുകൃത കർത്തൃദാസൻ ബിനുപാസ്, വളരെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വളരെ സീനിയർ ശുശ്രൂഷകനെ ഞങ്ങൾ ബഹുമാനിക്കുന്ന പാസ്റ്റർ ഷിബു നെടുവേലിൽ നിന്ന് രാത്രി ആയിരിക്കുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. അദ്ദേഹത്തിൻ്റെ സഭയിലും ഞാൻ പോയി കർത്താവിൻ്റെ വരവ് പ്രസംഗിപ്പാൻ ദൈവം കൃപ തന്നു. ഈ രാത്രിയും ഈ കൂട്ടായ്മയിലായിരിക്കുന്നതിനാൽ വളരെ സന്തോഷം. ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയുള്ള മാത്യു പാസ്റ്റർ, അങ്ങനെ പലരും ഇവിടെ ആയിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാനങ്ങൾ പാടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഷാരോൺ വർഗീസ്, എപ്പോഴും സ്റ്റേജിൽ വരുമ്പോൾ രണ്ടുപേരെ മറക്കാൻ പറ്റത്തില്ല. ചങ്ക് കയറി പാടുന്ന രണ്ടുപേരുണ്ട്, ഒന്ന് ഷാരോണും ഉണ്ട്, ഒന്ന് ടിബിനും ഉണ്ട്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി പ്രിയമകനുമായ ഒരു കൂട്ടായ്മയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ശബ്ദ സംവിധാനം ക്രമീകരിക്കുന്ന ജെറുസലേം ഓഡിയോസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണങ്കോട് 2 ദിവസവും ഞാൻ പ്രസംഗിക്കുമ്പോൾ കുഞ്ഞുങ്ങളായിരുന്നു ക്രമീകരിച്ചത്. ഇന്നത്തെ രഹബോത്ത് ഓൺലൈൻ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി 12 വാക്യങ്ങളായിരിക്കും നാം ചിന്തിക്കുന്നത്. ആസ്പദമായി 47ാമത്തെ പ്രസിഡൻ്റായി അമേരിക്കയുടെ മിസ്റ്റർ ട്രംപ് കടന്നു വരുന്നു. അപ്പോൾ തന്നെ എലോൺ മസ്കിന് അദ്ദേഹം കൈ കൊടുക്കുന്ന ലോകം എങ്ങോട്ടെ ഒരു ഭാഗമായിരിക്കും ഈ രാത്രി നാം ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് അവസാന ഭാഗങ്ങൾ അവസാനിക്കുമ്പോൾ കുഞ്ഞുങ്ങളുമായി ചേർന്നൊരു പാട്ട് പാടും. കൃത്യസമയം ഇവിടെ കുഞ്ഞുങ്ങൾ തന്നിട്ടുണ്ട്, അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് വെളിപ്പാടിലേക്ക്. എന്താ സുവിശേഷ മഹായോഗം? കല്ലീലിൽ കടമനിട്ടലുള്ള പലരും വിചാരിക്കും ദൈവമക്കളെ കുറച്ച് പൈസ കിട്ടിയത് കൊണ്ടാണ് സുവിശേഷ മഹായോഗം. അതല്ല അതിൻ്റെ പ്രത്യേകത. സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രത്യേകത ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ ദേശത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, അവർ പ്രിയൻ്റെ കാഹളത്തിങ്കൽ എടുക്കപ്പെടണം. 3, നമ്മുടെ കുടുംബങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടണം. 4, ദേശത്ത് സമാധാനമുണ്ടാകണം. 5, കല്ലീലി സഭയിൽ മാത്രമല്ല മറ്റു സഭകളിലും ആത്മാവിലും സത്യത്തിലും ഒരു കൂട്ടം ജനം ദൈവത്തെ ആരാധിക്കണം. ഇതിനു വേണ്ടി ദൈവം ദൈവകുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമയ യഹോവയുടെ വചനം കേൾക്കുക. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയുള്ള പാസ്റ്റർ വിൽസൺ ജോസഫ്, ഡോക്ടർ വിൽസൺ ജോസഫിനോടുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം UAE-യിലായിരിക്കാൻ IPCയുടെ UAE റീജിയൻ കൺവെൻഷൻ നവംബർ 13, 14, 15 ദിവസങ്ങളിൽ ഞാൻ പ്രസംഗിച്ചത്. എല്ലാ ദിവസങ്ങളിലും 4 രാത്രി 16 വരെ 4 രാത്രിയും 2 പകലും 6 പ്രസംഗം വെളിപ്പാട് പുസ്തകം പ്രസംഗിച്ചിട്ടാണ് കൊട്ടാരക്കര IPC സെൻട്രൽ കൺവെൻഷനിലേക്ക് മടങ്ങി വന്ന അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും എന്ന് അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും എല്ലാം ഓർക്കുന്നു. ആമുഖമായി മറ്റു മുഖവിരകളൊന്നുമില്ല. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ച് സഹായിക്കും ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനെറിയ നിൽക്കുന്നതും ഞാൻ കണ്ടു. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ട് പളുങ്ക് കടലിൽ അരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ കണ്ണുകൾ അടയ്ക്കാം. മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയൻ്റെ കര ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. 2023 കണ്ടവർ 24 കണ്ടില്ല. 24 ജനുവരി കണ്ടവർ ഡിസംബർ മാസം കാണാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി സയോണിൻ്റെ ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളായിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. കേരളത്തിൻ്റെ വടക്കേറ്റത്ത് നല്ലൊരു ജില്ലയുണ്ട്, അതിൻ്റെ പേര് വയനാട്. ഓരോ കവലകളിലും സുവിശേഷം പ്രഭാഷണം നടത്തുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ബത്തേരിയിലും പുൽപ്പള്ളിയിലും അമ്പലവയലിലും മീനങ്ങാടിയിലും തൊട്ടുപുറകെ ബാണാസുരസാഗർ, മതിനപ്പുറം, മാനന്തവാടിയും കൽപ്പറ്റയും തിരുനെല്ലിയും കോവിഡിന് തൊട്ടുമുമ്പിട്ട് മേപ്പാടിയിലും പ്രസംഗിക്കാനിടയെ. ശാന്തസുന്ദരമായ പത്തനംതിട്ടയേക്കാൾ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായി മേപ്പാടി, ഒരു ഗ്രാമസ്ഥലം. അവിടെ നിന്ന് തല ഉയർത്തി നോക്കുമ്പോൾ 4 മലകളാണ് നാം കാണുന്നത്. 1 പുത്തുമല, അടുത്തത് മുണ്ടക്കൈ, 3 ചൂരമല, 4 വെള്ളാർമല. രാത്രി 11:30 പ്രിയപ്പെട്ടവരുമായി ആകാരവും കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ പലരും കിടന്നുറങ്ങി. 4.5 ഒന്നാമത്തെ ഭൂകമ്പം അവിടെ
നടന്നു. അതാ 4.5 റിക്ടർ സ്കെയിൽ അതാ സംഭവിച്ചത്. വിശുദ്ധ ബൈബിൾ പ്രവചന ഭൂമി പട്ടുപട്ട പൊട്ടും കിടുകിട കീറും മത്തനെ പോലെ ചാഞ്ചാടും കാവൽ മാടം പോലെ ആടും, അത് വിറയ്ക്കും വീഴും എഴുന്നേൽക്കയില്ല. 1.5 4 മലകൾ ഉരുൾപൊട്ടി. ആനപ്പുറത്തിരിക്കുന്ന ഒരു പാപ്പാനെ വലിച്ചെറിയുന്നത് പോലെ 100 കണക്കിന് വീടുകൾ വീണു. അനവധി പേർ പെരുവെള്ളത്തിൽ ഒഴുകിപ്പോയി. മകനെ, മകളെ, പിതാവേ, മാതാവേ, ഇന്ന് പകലിലും നിങ്ങൾ മേപ്പാടിയിൽ പോയി കഴിഞ്ഞാൽ പഞ്ചായത്തിനകത്ത് 400 പേരെ വോട്ട് കൊണ്ട് മരിച്ചു. 78 പേരെ ഇതുവരെയും കാണാറില്ല. അതല്ല എൻ്റെ വാക്ക്. 2-ാം ദിവസം കഴിഞ്ഞപ്പോൾ നിലമ്പൂരിൽ പോത്തുകളിൽ കൂടി ഒരു പുഴയൊഴുകുന്നു. ചാലിയാർ പുല. പുത്തുമലയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളത്തിൻ്റെ അംശം. അതിനകത്ത് കണ്ടത് കൈ വേറെ കാൽ വേറെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ. ഉറങ്ങാൻ കിടന്ന മനുഷ്യൻ്റെ അവയവങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകുന്ന കാഴ്ച കണ്ട് മനം നൊന്തപ്പോൾ ഇന്ന് രാത്രി പത്തനംതിട്ടയിലും കോന്നിയിലും അല്ലെങ്കിൽ ചിറ്റാറും വടശ്ശേരിക്കരയൊക്കെ ഒന്ന് മലകൾ ഇളകാമായിരുന്നു. അതിൻ്റെ നടുവിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വലിയ വീട് തന്നിട്ടല്ല, കാറ് തന്നിട്ടല്ല, ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെ ജീവനുള്ളവരുടെ ദേശത്ത് കാത്തു പരിപാലിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. അങ്ങനെയുള്ളവർ ആദരം തുറന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, നിന്റെ ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇന്ന് രാത്രി കരുണാമയൻ്റെ കരം ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെളിപ്പെടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയായ യോർദാൻ്റെ വക്കത്ത് ആരെങ്കിലും കാഴ്ചപ്പെട്ടിയാൽ മരണമുറപ്പ. എന്നാൽ മോശയ്ക്ക് ശേഷം ഒരുവനെ ദൈവം തിരഞ്ഞെടുത്തവൻ്റെ പേരായ യോശുവ ദൈവസന്ധിയിൽ താഴ്ന്നു സ്വർഗത്തോട് പറഞ്ഞു, മോശയുടെ കൂടെ ഇരിക്കുന്നത് പോലെ എൻ്റെ കൂടെ ഇരിക്കണം. എൻ്റെ കയ്യിൽ PhD ഡോക്ടറേറ്റ് ഒന്നുമില്ല. അവൻ ദൈവസന്ധിയിൽ താഴ്ന്നപ്പോൾ സ്വർഗത്തിൻ്റെ കരം അവൻ്റെ മേൽ ഇറങ്ങി വന്നു. 5 കാര്യം അവൻ ചെയ്തു. 1 പാളയത്തിനകത്ത് വിശുദ്ധി, 2 വചനം, 3 രാത്രിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു ദൂതൂടെ 4ാമത് പറഞ്ഞു, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയായ യോർദാൻ്റെ വക്കലേക്ക് പ്രഭാതത്തിൽ അരണ്ട വെളിച്ചത്തിനകത്ത് നിയമത്തിൻ്റെ പെട്ടകവുമായി പുരോഹിതന്മാർ യാത്രയായി. നാട്ടുകാർ വിചാരിച്ചു കാണും വെക്കലിനകത്ത് അവർ വീഴുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി വചനത്തിൻ്റെ പെട്ടകവുമായി അവരുടെ ഉള്ളങ്കാൽ യോർദാൻ്റെ വക്കത്ത് ചവിട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. കിഴക്കരാവായിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തിയെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി മൗണ്ട് സിയോൺ ഗ്രൗണ്ട് നീ കാലുകൾ ചവിട്ടി ദൈവത്തെ ആരാധിക്കുമെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പരാജയത്തോടെ ഗ്രൗണ്ട് വിട്ടുപോകരുത്. നിന്നെ മറുകര കടത്തത്തില്ലെന്ന് പിശാച് പറയും, നിന്നെ മറുകര കടത്തത്തില്ലെന്ന് തിരമാലകൾ പറയും. എന്നാൽ വചനത്തിൻ്റെ പെട്ടകമുള്ള നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിനക്ക് വിടുതൽ തരുക. ഇസ്രയേലിൻ്റെ പാളയത്തിനകത്തിറങ്ങിയ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. ശംദുരെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിൻ്റെ പോരുകളെയും കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തെഴുന്നിട്ട് യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുമ്പോൾ, നീ ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്റെ തലമുറകൾക്ക് വിടുതൽ തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത. ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ പത്തനംതിട്ട റിംഗ് റോഡിൽ ഒരു ഹൈമാസ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി വെളിപ്പെടുമ്പോൾ നിന്നെ മറുകര കടത്താതെ നാളുകളായി പോരാട്ടമിട്ടുകൊണ്ടുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുക. മഹാദൈവത്തിൻ്റെ കരം ഈ രാത്രി ചലിക്കുക. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ആഗതനായ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിൻ്റെ കരം ഈ രാത്രി ചലിക്കട്ടെ. ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കത്തെ നാൾ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ അകത്തളങ്ങൾ നിന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ നടുവിൽ നിന്ന് അഭിഷേകത്തിൻ്റെ നദി ഒഴുകട്ടെ, ജീവജലത്തിൻ്റെ നദി ഒഴുകട്ടെ, പുറപ്പാടിൻ്റെ നദി ഒഴുകട്ടെ, അത്ഭുത രോഗശാന്തിയുടെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. കാട്ടത്തിയുടെ പാരമ്പര്യത്തിനകരുന്ന സക്കായി ഇറങ്ങി അവൻ്റെ വീട്ടിനകത്ത് രക്ഷ വന്നതുപോലെ കല്ലേലിൽ ചില കുടുംബങ്ങൾ ഈ വർഷം തന്നെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുക. ഈ കൺവെൻഷൻ മുഖാന്തരമായി തീരട്ടെ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന സകല കുടുംബങ്ങളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പട്ടണം എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. കല്ലേലിലെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകൾ സ്വർഗം തിരിച്ചു തരണം. ശബ്ദവും വെളിച്ചമെല്ലാം കാക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭവനത്തിൽ മടങ്ങി വരുന്ന ഒരു മഴയോ കാറ്റോ വരാതെ യോശുവയുടെ കണ്ണുനീരിന് മുമ്പ് സൂര്യനെയും ചന്ദ്രനെയും അയ്യാലോലും നിർത്തിയ മഹാദൈവം ഈ രാത്രി ഞങ്ങളോട് കരുണ കാണിക്കും. ആദിയോടെ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും നിന്റെ കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി.
യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി. എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ പഴയ നിയമങ്ങൾ, പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ, 5 ഭാഗങ്ങൾ. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത: തുടക്കം സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും, യേശു ക്രിസ്തുവിൻ്റെ ആളത്വങ്ങൾ 5 ഭാവങ്ങളിൽ. 1 ജനനം, 2 ജീവിതം, മരണം, അത് കഴിഞ്ഞ് 4 ഉയർത്തെഴുന്നേൽപ്പ്, അത് കഴിഞ്ഞ് 5-ാമത്തെ ഭാഗം ഉപദേശിമാരും പറയത്തില്ല, രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും, സുവിശേഷങ്ങൾ തന്നെ. 2-ാമത്തെ ഭാഗം സഭയ്ക്ക് വേണ്ടി ധന്യനായ ലൂക്കോസ് വൈദ്യൻ എഴുതുന്ന അപ്പോസ്തല പ്രവർത്തികൾ, സഭയുടെ ചരിത്രം. 3-ാം ഭാഗം തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപദേശത്തുകൾ ലേഖന്മാരിൽ കൂടി ഉല്ലേഖനം ചെയ്യുന്നു. രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യത. റോമ, കോരിന്ത്യ, തെസ്സലോനിക്കർ, തീമോഥെയോസ്, എബ്രായർ, എഫേസ്യർ, വലിയ ലേഖനങ്ങൾ. നാളെ വരാൻ പോകുന്ന കാലം, ഇത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. ഉപദേശത്തിനകത്ത് അതിർവരമ്പ് കടന്നു പോകുന്നവൻ്റെ ന്യായവിധിയെപ്പറ്റി തുലവും ചെറിയ ലേഖനങ്ങൾ. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാനും 2 യോഹന്നാനും, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദയും. അവസാനമായി യൂദ ചരണങ്ങൾ അവസാനിക്കുമ്പോൾ പ്രത്യാശയോടെ ഒരു ദൂത് ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുന്ന. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു: കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് കല്ലീലി മുക്കിലെ കൊയറിങ്ങനെ പാടും: പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിൻ്റെ താഴെ യൂദ ഇന്നത്തെ കാലത്തേറ്റപ്പറ്റി എഴുതിയിട്ടുണ്ട്. പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയും ജനമോകവും കൺമോകവും ജീവനത്തിൻ്റെ പ്രതാപവും. ഫേസ്ബുക്കിൽ പോസ്റ്റും അടിച്ച് കഞ്ചാവും അടിച്ച് നടക്കുന്ന സകലരെയും ന്യായം വിധിക്കുക. ഏകന ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ നാം ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. കാലങ്ങളിലെ യവനികക്കകത്ത് കോവിഡ് മാറിക്കഴിഞ്ഞപ്പോൾ എംപോക്സ് എന്ന പേരിൽ മങ്കി പോക്സ്, അതിനോടൊപ്പം ഈ കോള, അതിനുശേഷം ഷിഗല്ല, അതിനുശേഷം വെസ്റ്റ് നൈൽ, അത് കഴിഞ്ഞ് സൽമോണല്ല, എത്ര പകർച്ചവ്യാധികൾ, പെസ്റ്റിലൻസ് കമ്മിങ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇനിയും ബാങ്കുകൾ പൂട്ടുവാൻ, ജോലികൾ നഷ്ടപ്പെടുവാൻ, സഭകളിൽ ആരാധനകളില്ലാതിരിക്കുവാൻ, ദൈവജനം പിറകോട്ട് പോകുന്ന ഒരു കാലം വരാനുണ്ടെന്ന് യൂദ പറയുന്നു. ആ കാലഘട്ടത്തെ നോക്കി വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയുടെ നിത്യതയുടെ വചനം ഏറ്റെടുത്ത് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന കുഞ്ഞുമക്കൾ പത്തനംതിട്ടയിൽ ഇങ്ങനെ സ്വർഗമുഖത്തേക്ക് നോക്കി പറയും: ആമേൻ, കർത്താവായ യേശുവേ വരയണമേ. അവർക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന പൊൻകുരങ്ങൾ യോഹന്നാനോട് സ്വർഗം പറയുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു. പത്തനംതിട്ട അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, നീതിമാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ AD 30 കാൽവറിയിലെ ക്രൂശീകരണം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി. റോമിൻ്റെ ഭരണകൂടങ്ങൾ പടപട ഭക്തന്മാരെ കാലപുരിക്കയക്കുന്നു. ഏദോമിൻ്റെ ഗവർണറായി ഹെരോദാവ്, റോമിൻ്റെ കൈസർ പീലാത്തോസ്, പടപട ചരിത്രത്തിൻ്റെ തങ്കത്താളുകൾ പഠിക്കുമ്പോൾ വെസ്പേഷ്യനും അതിനുശേഷം റോമാ നഗരം ചുട്ടരിച്ച നീറോയും, യെരുശലേമിൻ്റെ ദൈവാലയം തകർത്ത ടൈറ്റസും ലൗദിയോസും ക്ലൗഡിയോസും, 90ൻ്റെ കാലഘട്ടത്തിൽ ക്രൂരനായ ഡൊമീഷ്യൻ വരുന്നു. ആദ്യമായി കൊലപാതകത്തിൻ്റെ പരമ്പരകൾ അവിടെ തന്നെ തുടങ്ങുന്നത് ഹെരോദാവിൻ്റെ കാലം മുതൽ. അത് തുടങ്ങിയതിൽ ആദ്യത്തെ സ്തേഫാനോസ്, ഭക്തനായ സ്തേഫാനോസ് അങ്ങ് പോയി. അതിനുശേഷം ധന്യനായ പൗലോസ് ലീഗ, അവനും കഴുത്തറക്കപ്പെടുന്നു. പത്രോസ് ലീഗയെ തലകീഴായി ക്രൂശിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ തല വെട്ടിമാറ്റുന്നു. ഇന്ത്യയുടെ മണ്ണിൽ സുവിശേഷത്തിൻ്റെ ധ്വനിയുമായി ഇറങ്ങിയ തോമാസ് അപ്പോസ്തലൻ AD 72 വധിക്കപ്പെടുന്ന കാലം. ഇതിൻ്റെ നടുവിൽ AD 64 ഒരുവൻ യാത്രയായി. അവൻ്റെ പേര് അപ്പോസ്തലനായ യോഹന്നാൻ. പോയത് ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടി. തുർക്കിയിലെ ഏഷ്യ മൈനറിൽ പോയി. എഫെസോസും ലവോദിക്കയും സ്മരണയും തുദയൂരയും പെർഗമോസും സർദീസും ലവാദിക്കയും, അത് കഴിഞ്ഞ് ഫിലാഡൽഫിയ സഭ. ഈ സഭകളുടെ കാലഘട്ടത്തിൻ്റെ നല്ല പകുതിയിൽ എഫെസോസ് സഭയുടെ സെൻട്രൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഡൊമീഷ്യൻ്റെ ഭരണകാലം. യോഹന്നാൻ അപ്പോസ്തലന് 90ഓളം വയസ്സുണ്ട്. പ്രായാധിക്യത്തിൽ ആ മനുഷ്യൻ അവിടെ സഭ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഡൊമീഷ്യൻ ചോദിച്ചു പടയാളികളോട്: തച്ചൻ്റെ മകൻ യേശു രക്ഷകൻ എന്നൊന്നും റോം പറയത്തില്ല, തച്ചൻ്റെ മകൻ്റെ വചനം ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു: പ്രിയപ്പെട്ട ചക്രവർത്തി, പലരെയും കാലപുരിക്കയച്ചൊരു വയോധികൻ കിടപ്പുണ്ട്. അദ്ദേഹം ഇപ്പോൾ എഫെസോസ് സഭയുടെ ശുശ്രൂഷകൻ. കൽപ്പന കൊടുത്തു. അന്ന് ബുക്കും പേപ്പറുമില്ല, താളിയോലയ്ക്കകത്ത് തിരുത്താണി കൊണ്ട് കൽപ്പന എഴുതി കൊടുത്ത് എവിടെ കൊണ്ടുപോയെന്നറിയാമോ? വയോധികനായ യോഹന്നാൻ രാവിലെ പടിനിമത്തിൻ്റെ തോറയുടെ ചുരുളുകൾ വായിക്കുമ്പോൾ 6 കുതിരകൾ 12 പടയാളികൾ യോഹന്നാനെ പിടിക്കുന്നു. വയോധികനോട് പറഞ്ഞു: ഇന്ന് താങ്കളുടെ അവസാന ദിവസമാം. അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയി? കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി ക്രൂരമായ ശിക്ഷ വിധിയ. കഴുത്ത് മുതൽ താഴെ വരെ അടിവയർ കൊണ്ട് വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. 6 മണിക്ക്
പുറത്തെ ചരിത്രങ്ങൾ ബൈബിളിൽ പുറകോട്ട് വരുമ്പോൾ യോഹന്നാൻ്റെ ജീവിതത്തെപ്പറ്റി ജോസീഫസിൻ്റെ ഒരു ഭാഗവും അതുപോലെ റോമൻ്റെ ഭരണത്തിൻ്റെ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയത് കണ്ടാൽ ഭയപ്പെട്ടു പോകും. ഈ വയോധികനെ ഒരു തടിയുടെ പ്രതലത്തിൽ കടത്തി കൈകാലുകൾ ബന്ധിച്ചു. 6:30 ക്യാൻസറിന് റേഡിയോ തെറാപ്പിക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ അന്നനാളം മുതൽ താഴെ വരെ മാർക്ക് ചെയ്തു. 6:30 മുഖാഭരണം ധരിപ്പിച്ചു. 7 മണിക്ക് ക്രൂരനായ ഒരു പടയാൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനകത്ത് 2 ചാട്ടവാറിനകത്ത് വാളച്ചൂണ്ടയും ഇയ്യക്കട്ടയും തകർത്ത പെരിട്ടോണീസിൻ്റെ ഒരു കൂട്ടുകാരനെ പോലെ ഒരുവൻ കാരാഗ്രഹത്തിനകത്ത് മൂർച്ചേറിയ ആയുധമായി ഇറങ്ങി. 7 മണിക്ക് സൈറൺ മുഴങ്ങുന്ന ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ കൈവിറയ്ക്കുന്ന യോഹന്നാൻ അപ്പോസ്തലന്റെ ശരീരത്തെ പെതിയെ ഇങ്ങനെ വാളുകൊണ്ട് കീറുവാൻ തുടങ്ങി. ശരീരത്തിൽ നിന്ന് രക്തം അങ്ങനെ കിരിയുന്നില്ല. ശരീരം ഒട്ടിപ്പിടിക്കുന്ന കാഴ്ച. അനവധി പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചേറിയ ആയുധം കുത്തി ഇറക്കിയ ആ ഹല്ലേലൂയ പടയാളിയ ഉടവാൾ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കെട്ടഴിച്ചു വിട്ടേക്ക്, ഇദ്ദേഹത്തിൻ്റെ അകത്ത് എന്തോ ഒരു അസാമാന്യ ശക്തിയുണ്ട്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, കാരാഗ്രഹം നിനക്കെതിരായിരിക്കും, വാൾ നിനക്കെതിരായിരിക്കും, ചക്രവർത്തിയുടെ കൽപ്പന നിനക്കെതിരായിരിക്കും. പക്ഷേ നീ എന്തുകൊണ്ട് തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആ കാരിത്താസിൻ്റെ വാതിലുകൾ നിന്റെ മുൻപിൽ അടയും. കുഞ്ഞുങ്ങളോട് ഹല്ലേലൂയ ഡോക്ടേഴ്സ് പറയൂ, കൂടിപ്പോയാൽ 2 മാസം. എന്നാൽ ഇന്ന് പകലിൽ രാത്രിയിൽ ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഹാർട്ട് അറ്റാക്ക് 4ാമത്തെ സ്റ്റേജ്. ആ കുഞ്ഞെ ബൈപ്പാസ് നടക്കത്തില്ല, സ്റ്റണ്ട് ഇടാനും പറ്റത്തില്ല. മുത്തൂറ്റ് കോഴഞ്ചേരിക്കാരൻ തന്നെ തിരുവല്ല സാഹിബിൻ്റെ ആശുപത്രിക്കാർ കുഞ്ഞുങ്ങളോട് പറയും, അടുത്ത അറ്റാക്കോടുകൂടി അച്ഛൻ സെമിത്തേരിയില്ല. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ഞാൻ എൻ്റെ ചർച്ചിനകത്ത് ആരാധിച്ചത്, വെളുപ്പിന് 4 മണിക്ക് ദൈവസന്നിധിയിൽ കരഞ്ഞത്, എൻ്റെ ദേശത്തിന് വേണ്ടി ഞാൻ നിലവിളിച്ചതിൻ്റെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ക്യാൻസർ അല്ല സഹോദരി വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവ വലുത്. അച്ചായ ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവ വലുത്. ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവനാ നാം ആരാധിക്കുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. ഈ കൺവെൻഷൻ്റെ അവസാന രാത്രി പറഞ്ഞ എൻ്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ കടമനിട്ടയിലും കല്ലേലിലും എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്, ദ പ്രഷ്യസ് മൊമെന്റ്, ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് സറൗണ്ടഡ് ഇൻ ദിസ് മൊമെന്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറും സഹോദരി. ചെറുപ്പക്കാരാ, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. സെൻട്രൽ പാസും സാധാ പാസും കൈവിടും. എന്നാൽ കൈവിടാത്തവൻ്റെ ദയ നിന്റെ കൂടെ ഇരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ, ദർശനമുള്ളവനെ തകർക്കുവാൻ ഒരു വാളിന് കഴിയത്തില്ല, ഒരു കാരാഗ്രഹത്തിന് കഴിയത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി അവനെ തിരിച്ചവിടെ കൊണ്ടുപോയി എഫെസോ സഭയിൽ ഡൊമീഷ്യൻ്റെ അടുത്ത് എന്ന് പഴയ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല. ഡൊമീഷ്യൻ പറഞ്ഞവൻ്റെ മുഖം ക്രൂരമായി 4 ദിവസം കഴിഞ്ഞ് വരാൻ പറയൂ. 4ാം ദിവസം സുന്ദരമായ ഒരു കൽപ്പന വീണ്ടും കൊടുത്തു. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൂട്ടുകത്തിനകത്ത് വയോധികനായ യോഹന്നാനെ ഹല്ലേലൂയ മുക്കിക്കൊല്ലുവാനുള്ള കൽപ്പന. പ്രഭാതത്തിൽ വന്നു പടയാളികൾ, റോമിൻ്റെ പടയാളികൾ രാവിലെ വരുന്നു. വയോധികനായ അപ്പച്ചനോട് ചോദിച്ചു, തൂക്കുമരത്തിലേറ്റുന്ന വിധിയുടെ കർത്താക്കൾ സുപ്രീം കോടതി അവസാന നിമിഷം ഒരുവനോട് ചോദിക്കും, നല്ല മുണ്ടോ ഉടുപ്പോ, ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടോ, നല്ല ഭക്ഷണം വേണോ? യോഹന്നാൻ അപ്പോസ്തലനോട് ഇത് തന്നെ ചോദിച്ചു. അപ്പോസ്തലന് ഒരു ചലനവുമില്ല. അദ്ദേഹത്തെ എവിടെ കൊണ്ട് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ചില മിനിറ്റുകൾ അദ്ദേഹത്തിൻ്റെ മരണം കാണുവാൻ പടയാളികൾ കാത്തു നിന്നു. ഇന്ന് രാത്രി അതിൻ്റെ നടുവിൽ 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജോസീഫസ് എഴുതി, തല ഉയർത്തി എനിക്ക് പുതയ്ക്കാൻ വല്ലതും തരണമെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് ചോദിക്കും, ദൈവദാസന് ശരീരത്തിനകത്ത് കത്ത് കയറിയിട്ടോ അവൻ മരിച്ചില്ല, തീർന്നില്ല. എണ്ണയ്ക്കകത്ത് വീണിട്ടോ അവൻ മരിച്ചില്ല. എന്തുകൊണ്ട് അവൻ മരിച്ചില്ല? കുഞ്ഞ് അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി സാധാരണ പുസ്തകമല്ല നിങ്ങളുടെ കൈകളിലിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ 8000 പ്രോമിസ് ഉണ്ട്. വചനം മനസ്സിലാകുന്നവർക്ക് സാധാരണ കുട്ടുസനോ ഡിങ്കനോ മായാവിയൊന്നുമല്ല നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ. പ്രോമിസുകളുടെ വാഗ്ദത്തങ്ങളുടെ പുസ്തകം. ഒരു വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. 1890 കിലോമീറ്ററായി ഇസ്രായേൽ ഇറാഖ്. വാഗ്ദത്ത കനാലിൽ വന്നു. ആടുമാടുകളും വീടുകളുമൊക്കെയായി നല്ല പ്രോമിസ് അബ്രഹാമിന് കൊടുത്ത്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അനുഗ്രഹത്തിൻ്റെ പാത്രമാകും. വിളി കേൾക്കാത്ത ഒരുവനും കമാൻഡർ ജീപ്പിനകത്ത് കയറി. അവൻ്റെ പേര് ലോത്ത്. 2 പേരും ഇപ്പോൾ വാഗ്ദത്ത കനാലിൽ വന്നു. വീടും കാറും കമ്പ്യൂട്ടറും ഒക്കെ വന്നു. 2 അമ്മാമ്മമാർ വീട്ടിലും വന്നു.
അബ്രഹാമിന് ഒരു അമ്മാമ ഒന്ന് സാറാമ, സ്വോത്രം. ലോത്തിന് ഒരു അമ്മാമ ഒന്ന് ബൈബിളിലും പേരില്ല, ഗൂഗിളിലും പേരില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. പത്തനംതിട്ട റിംഗ് റോഡിൽ IPCയുടെയും കുമ്പനാട് മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോൾ കമാൻഡറിനകത്ത് അബ്രഹാമും സാറയും അതിൻ്റെ കൂടെ ലോത്തും പോകും. ലോത്തിൻ്റെ അമ്മാമ വിവരാകാശ പ്രകാരം പത്തനംതിട്ട പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവറാച്ചാൻ്റെ ഫിക്സഡ് ഓഫീസിൽ. അത് കഴിഞ്ഞിട്ട് ഗഹാന എത്ര പുരയിടമുണ്ട്. അന്ന് അമ്മാമ വീട്ടിനകത്ത് 2 കഞ്ഞി, 2 കലം, 2 വഴിയാധാരമായ ആധാർ, 2 റേഷൻ കാർഡ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കൺവെൻഷൻ്റെ അവസാന രാത്രി തന്നെ ചർച്ചിലായാലും ശരി 2 സഹോദരന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അച്ഛാ ദൈവം അനുഗ്രഹിക്കട്ടെന്നും പറഞ്ഞിരുത്താം. സ്വോത്രം. അയ്യോ 2 സഹോദരിമാരെങ്ങാണ്ട് സംസാരിച്ച പാസ്റ്റർ കാര്യം കട്ടപ്പോക, പിന്നെ വണ്ടം വേട്ടി നോക്കിയാൽ മതി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇത് കുമ്പനാട്ടും തിരുവല്ലയിലും മുളക്കൊടയിലും ഒന്നും അല്ല തുടങ്ങിയത്. ഇത് അവറാച്ചാൻ്റെ വീട്ടിൽ തുടങ്ങിയതാണ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ലോത്തിൻ്റെ ഭാര്യ കൊടി കുത്തി. എന്നിട്ട് അവറാച്ചാനോട് പറഞ്ഞു വീതം തരണമല്ലോ. അവറാച്ചാനൊന്ന് കടുപിടുത്തം പിടിച്ചു. പിന്നെ ചീഫ് പാസ്റ്ററിലെ നാട്ടുകാർ നോക്കിയാൽ കുഴപ്പം. അതുകൊണ്ട് ചോദിച്ചു എന്തോ വേണം. അപ്പം സ്വോത്രം. അബ്രഹാം പറഞ്ഞു പത്തനംതിട്ട മാത്രം പോരാ. ലോത്തൊരു പിടി പിടിച്ചു. തിരുവല്ലായും വേണം, കോഴഞ്ചേരിയും വേണം, പത്തനംതിട്ടയും വേണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതിൻ്റെ പേരായിരുന്നു സോദോം ഗോമറ. അവസാനം അവറാച്ചാൻ എവിടെ കിട്ടിയെന്നറിയാമോ? വടശ്ശേരിക്കര ബൗണ്ടറി. അതാ മമ്രയുടെ തോപ്പ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സോദോമിൻ്റെ പാപം എവിടം വരെ എത്തിയെന്ന് സ്വർഗ്ഗ. മമ്രയുടെ തോപ്പിനകത്ത് 2 പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്ന് ഒരു കരുവേലകമുണ്ടായിരുന്നു, 2 യാഗപീഠമുണ്ടായിരുന്നു. വീട് വലുതല്ലെങ്കിലും അല്ലെങ്കിൽ കാറില്ലെങ്കിലും നല്ല ബോംബെ ഡൈങ്ങിൻ്റെ ഉടുപ്പില്ലെങ്കിലും നല്ല മണിമേടകളില്ലെങ്കിലും 2 കാര്യം ഉണ്ടായിരുന്നു. 1 കരുവേലകൻ, 2 യാഗപീഠം. എന്താ കരുവേലകത്തിൻ്റെ പ്രത്യേകത? കരുവേലകത്തിൻ്റെ പ്രത്യേകത ആരെങ്കിലും വന്നാൽ ഒന്ന് ഇരിക്കാൻ പറയും. അതാ പഴയ നിയമത്തിലെ തണലിൻ്റെ കരുവേലകം. 2 യാഗപീഠം. പഴയ നിയമത്തിൻ്റെ ആരാധന. അവർ തിരികൊളുത്ത് യാഗപീഠത്തിനകത്ത് ദൈവത്തെ ആരാധിക്കും. അതുള്ളിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. ഇന്ന് പെന്തിക്കോസുകാരോട് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് സംസാരം വിടുന്നെങ്കിൽ. ആജിക്കൽ അംലോക്കോ ഊപ്പർവാല മദത്കിയ അച്ചാവാല ഗാർദിയ. ദൈവത്തോട് പ്രാർത്ഥിച്ച അപ്പച്ചന്മാർ നിലവിളിച്ചപ്പോൾ നല്ല വീട് തന്നു. ഹിന്ദിയും പറഞ്ഞാട്ട് സ്വോത്രം. ഇപ്പം നമ്മുടെ വീട്ടിന് അപ്പനേക്കോ ഊപ്പർവാല മദത്കർക്ക് 4 കമരമില്ല. 4 കമരയുണ്ട് വീട്ടിൽ. ഒരു മുറിയിൽ അപ്പൻ, ഒരു മുറിയിൽ അമ്മ, 2 മുറി ഓരോ കുഞ്ഞുങ്ങൾ. സ്വോത്രം. കുടുംബ പ്രാർത്ഥനയുണ്ടോ? സ്വോത്രം. ഒന്നുമില്ല. സ്വോത്രം. അമ്മ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വാട്സപ്പിന് വോയിസ് കോൾ ഇടുന്നത് ചപ്പാത്തിയും വെജിറ്റബിൾ കറി റെഡിയാ താഴോട്ട് വരാം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പെന്തിക്കോസുകാരോട് പച്ചയ്ക്കെന്ന് പറഞ്ഞേക്കാം. തൻ്റെ ജനം താഴ്മയോടെ ഇരുന്ന് ദൈവസന്ധിയിൽ പ്രാർത്ഥിച്ചെന്ന് മടങ്ങി വന്നില്ലെങ്കിൽ ഇന്ന് രാത്രി തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി സിയോൻ ഗ്രൗണ്ടിനകത്ത് പറയും കുഞ്ഞ് വീട്ടിനകത്ത് 2 പേരേ ഉള്ളൂ. വൈകിട്ട് ഒരടിപ്പാട്ട് പാടി ഒരു സങ്കീർത്തനം വായിച്ച് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാൽ പത്തനംതിട്ടയിലെ കുഞ്ഞുങ്ങൾ മാറട്ടെ. വചനം മനസ്സിലാകുന്നവർക്കാൽ അവിടെയാ ദൈവകരം ഇറങ്ങുന്നത്. അതിവേഗത്തിൽ സഞ്ചരിക്കുക. മമ്രയുടെ തോപ്പിൽ ഉച്ചയ്ക്ക് 2 ദൈവദാസന്മാർ സ്വർഗവും വന്നു. അബ്രഹാം അവരെ കണ്ടു. എന്താ കണ്ടത്? അബ്രഹാം കണ്ടിട്ട് പറഞ്ഞു ദൈവദാസന്മാർക്ക് വെള്ളം കൊടുത്തു. നമ്പർ 1 സാറായി വിളിച്ചു. സാറയോട് ചോദിച്ചു സഹോദരി ഇവിടെ എന്തുണ്ട്? സാറ പറഞ്ഞ് 3 ഇടങ്ങഴി മാവുണ്ട്. അമ്മാമയോ ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത്. ഗോൾഡൻ ലോബുകാരന് അൽറീബുകാരനും അല്ലെങ്കിൽ പത്തനംതിട്ട മോഡേണുമല്ല ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് സാറാമാമ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അബ്രഹാം വീട്ടിനകത്ത് നല്ലൊരു മൃഗസമ്പത്തിനെ കട്ട് ചെയ്തു. നല്ല മട്ടൺ സൂപ്പും ഉണ്ടാക്കി കൊടുത്ത് ദൈവദാസന്മാർ ഭക്ഷിച്ചു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പോകാനിറങ്ങിയപ്പോൾ അബ്രഹാമിനെ സാറായും വിളിച്ചു. ചോദിച്ചൊരു കാര്യം, പ്രസൻറ്റ് സിറ്റുവേഷൻ എന്തുവാ? അബ്രഹാം പറഞ്ഞു നിങ്ങൾ എന്തെല്ലാം പറഞ്ഞതാ? വീട് തരാം, കാർ തരാം, UK പിള്ളേരെ വിടാം. എന്താ ഇപ്പം 99 വിത്ത് വാക്കിംഗ് സ്റ്റിക്ക്. ഞാൻ ഇങ്ങനെ നിൽക്കി വന്നു. സ്വോത്രം. അമ്മാമ 89 അമ്മാമ വന്നു. ലൈബ്രറിയിലെ പാപ്പച്ചേൻ്റെ കാശെല്ലാം കൊണ്ടുപോയി. ഒരു രക്ഷയില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ബിലീവേഴ്സിലെ യോനാച്ചൻ്റെ ഗൈനക്കോളജിസ്റ്റുവിൻ്റെ കാശെല്ലാം കൊണ്ട് MRIക്കാർ പറഞ്ഞിരിക്കുന്നതിന് ഒരു രക്ഷയില്ലെന്ന്. ദൈവത്തിൻ്റെ ദാസന്മാർ കല്ലേലിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് വൈകിപ്പോയി, നാളെ പോകണം. പത്തനംതിട്ട ബിഗ് ബസാർ വന്നിട്ടുണ്ട്. അവിടെ ചെന്ന് ഒരു ആട്ടോയ്ക്കകത്ത് ഒരു തൊട്ടി 3 കിലുക്കും മേടിക്കണം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സാറ കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്ന് മറഞ്ഞു നിന്ന് ചിരിച്ചു. അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞു യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വചനം അവിടെ പെയ്തിറങ്ങിയപ്പോൾ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അബ്രഹാമിൻ്റെ നിർജീവമായ അക്കൗണ്ടുകളെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തിൽ കഴിഞ്ഞു. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ സന്ദേശം കൂടിനകത്ത് ഇറങ്ങിയപ്പോൾ സ്ത്രീകളുടെ ഗർഭപാത്രത്തിനകത്ത് ഫൈബ്രോയിഡ് കാണും.
ഒരു റേഡിയേഷനും ഇല്ലാതെ സാറായുടെ ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡുകളെ മാറ്റുവാൻ അബ്രഹാമിന്റെ കുടിലകത്തൊരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ഡോക്ടർമാർ മാറും, നാട്ടുകാർ മാറും, ഗൈനക്കോളജിസ്റ്റ് മാറും, കീഹോൾ സർജൻ മാറും. എന്നാൽ മാറാത്ത ഒരുവനുണ്ട്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വളരെ സന്തോഷത്തോടിരിക്കണം. നിനവേ കൺവെൻഷൻ ഏറ്റവും വലിയ കൺവെൻഷനാണ്. പാത്രക്കീയ സഭയുടെ 13,000 പേരാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ കോവിഡിന് മുമ്പിട്ട് 3 വർഷങ്ങൾ ഞാൻ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. 11 മുതൽ 2:30 വരെ നോൺ സ്റ്റോപ്പ്. 2:30ക്ക് ശേഷമാണ് അതിനകത്ത് കഞ്ഞി കൊടുക്കുന്നത്. അന്ന് ഒരു ദിവസം വെളിപ്പാട് പുസ്തകം പ്രസംഗിച്ചു. 2:30 ഷാരൂണിനെ പോലെ ആരാധിക്കുന്ന നല്ല കുഞ്ഞുങ്ങളുണ്ട്. പാത്രക്കീയ സഭയുടെ അച്ഛന്മാർ, MM മണിയുടെ സെക്രട്ടറി എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. അവരെ തിരുമേനി സഹിതം ഇരിപ്പുണ്ട്. ഗ്രൗണ്ടിനകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം ഇറങ്ങി. ഒരു വയോധികനായ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് കുറ്റപ്പാല ചടിമാലിയിലുള്ള ബന്ധക്കോസുകാർക്ക് മുഴുവൻ അറിയാം. അദ്ദേഹം അവസാന നിമിഷം ആരാധന ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നെ സാറെന്ന് വിളിക്കുക, സാറേ ഇവിടെ മക്കളില്ലാത്ത പലരും ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് പ്രാർത്ഥന തീരുന്നതിന് മുമ്പിട്ട് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ആ അച്ഛൻ്റെ അകത്തൊരു ഉൾക്കാമ്പ് കൊടുത്തു. ശാലേം രാജൻ പാടി ഞാൻ അവസാനിക്കുമ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, മക്കളില്ലാത്തവരെ വിളിക്കണം. സഹോദരി, 1-2 കുടുംബങ്ങളല്ല, 13 പേരാന്ന് മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കാൻ വന്നത്. ഞങ്ങളുടെ ഈ പൊന്നും വെള്ളിയും ഒന്നുമില്ല. ഹല്ലേലൂയ. ആ സ്റ്റേജിനകത്തിറങ്ങി തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. 2017 ഞാൻ വിട്ടുപോരുന്നു. 2018 വീണ്ടും ജനുവരിയിൽ നിനവേ കൺവെൻഷൻ ചെല്ലുമ്പോൾ സാക്ഷ്യത്തിൻ്റെ സമയമായപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയായി. ആ പട്ടക്കാരൻ വിളിച്ചു, എന്താ വിഷയമെന്നറിയാമോ? 9 വർഷം കുഞ്ഞുങ്ങളില്ലാതെ മുൻപോട്ട് പോയ ഒരു കുടുംബം ആ കൺവെൻഷനിൽ വന്നു. ദൈവകരം ഏറ്റെടുത്തു. അവർക്ക് തലമുറകൾ ലഭിച്ചു. രണ്ടാമത്തെ സംഭവം പട്ടണ സഭയായിക്കോട്ടെ, അവിടെ ഒരു ചെറുപ്പക്കാരി സാക്ഷി പറഞ്ഞ് കേട്ട് ഞാൻ കരഞ്ഞുപോയി. അവരാ നിനവേ കൺവെൻഷന് വരുന്നത്. ഇവൻ കല്യാണം കഴിച്ച് 7 വർഷമായി മക്കളില്ല. ഇവൻ രഹസ്യമായി അവൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ട് ഡൈവോഴ്സിന് പെറ്റീഷൻ കൊടുത്ത് 2,000 രൂപ വക്കീലിൻ്റെ അഡ്വാൻസും കൊടുത്തിട്ട് രാവിലെ കൺവെൻഷന് വന്ന് മനസ്സിലാകുന്നവർക്ക് അവൻ്റെ മുൻപിൽ ഡൈവോഴ്സാ ഭാര്യ. പക്ഷേ അന്ന് വചനം അവിടെ പെയ്തിറങ്ങി, ആരാധന പെയ്തിറങ്ങിയപ്പോൾ ഡൈവോഴ്സ് അല്ല വലുത്. അടുത്ത വർഷം പൈതലുമായി ഗ്രൗണ്ടിൽ വരാൻ ദൈവം ഭാഗ്യം ചെയ്തു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അബ്രഹാമിൻ്റെ കുടിലിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം, സഹോദരി ഇന്ന് രാത്രി പറയണം, ഗൈനക്കോളജിസ്റ്റ് അല്ല വലുത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. MRI അല്ല വലുത്. ഇന്ന് രാത്രി ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുക, ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുക. ഏതെൻ്റെ പൂങ്കാവനത്തിനകത്ത് ആദമിൻ്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയവൻ്റെ കരം ഇന്ന് രാത്രി കല്ലേലി ഗ്രൗണ്ടിനകത്ത് ഇറങ്ങുമ്പോൾ നിന്റെ ഉദരത്തെ ചലിപ്പിക്കുക, നിന്റെ ഫൈബ്രോയിഡുകളെ കരിച്ചു കളയുക. ഇന്ന് രാത്രി നിന്റെ ഫലോപ്പിയൻ ടെസ്റ്റിൻ്റെ നാളുകളെ തുറക്കുക. അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് ഇറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിച്ചാൽ നിനക്ക് വിടുതൽ തരാൻ കർത്താവുണ്ട്. ഇന്ന് രാത്രി നീ കണ്ണുനീരോടെ കലഞ്ഞാൽ ഡോക്ടർ അല്ല വലുത്. ഇന്ന് രാത്രി സർവശക്തന്റെ കരമാ വലുത്. ഒരു ചിരിയുടെ സന്തതി. പ്രോമിസുകൾ മാറുന്നില്ല. അബ്രഹാം സാറേക്ക് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ പാളയത്തിൽ കട്ടക്കളത്തിലെ ഊഴിയ വിചാരകന്മാരുടെ നടുവിൽ കിടക്കുമ്പോൾ ഒരപ്പനും അമ്മയും കൊടുത്തത് മക്കളെ ഒരു നേരത്തെ വെള്ളമാ. കാടപ്പക്ഷിയെ എന്താ രണ്ടാമത് കൊടുത്തത്? ഒരു മട്ടൺ സൂപ്പാണ് കൊടുത്തത്. സാറ കുബൂസ കൊടുത്ത. സെൻറ്റർ മറക്കും, കേന്ദ്രം മറക്കും, കുമ്പനാട്ടുകാരും മറക്കും. എന്നാൽ മറക്കാത്ത ഒരുവൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്തുണ്ട്. അപ്പനും അമ്മയും ഒരു നേരത്തെ വെള്ളം കൊടുത്തപ്പോൾ ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്ന് മാറയെ പിളർന്ന് മധുരജല കൊത്ത് കൊടുത്തവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കടമനിട്ട് ഒരു അമ്മാമ്മ വീട്ടിനകത്ത് വിരുന്നുകാർ വരുമ്പോൾ ഒരു കോഴിയെ പിടിക്കാൻ 3 പറമ്പ് ഓടിയെങ്കിലേ ഒരു കോഴിയെ കിട്ടത്തുള്ളൂ. ഹിന്ദിക്കാരൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ പാളയത്തിൽ ആട്ടുബജി ദർവാദ കോളിനെക്കട്ടയും 8 കിലോ മുറുകി ബാഗർ കടാകെ കാടപ്പക്ഷി നിൽക്കുക പിടിച്ചോളാം. മനസ്സിലാകുന്നവർക്കായി ഒരപ്പനും അമ്മയും ഒരു നേരത്തെ ആഹാരം കൊടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം ഉദരച്ചങ്ങടി തുറന്ന് മന്നായ കൊടുത്തവനാ ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി സയോൺ ഗ്രൗണ്ടിൽ പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്ന് രാത്രി കർത്താവിൻ്റെ നാമത്തിൽ ഈ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത, ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവവേലയ്ക്ക് കൊടുത്ത, ദൈവനാമത്തിൽ നീ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് കൊടുത്ത, പാസ്റ്ററും സെന്ററും മാറിയാലും മാറാത്തവൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി അവസാനമായി ഡൊമേഷ്യൻ അദ്ദേഹത്തെ നാട് കടത്തുന്നു. ഗ്രീസിൻ്റെ തലസ്ഥാനം ഏതൻസ്. ഏതൻസിൽ ആദ്യമായി ഒളിമ്പിക്സ് നടക്കുന്നത്. അവിടെ ഒരു നദിയുണ്ട്, 60 മൈൽ നീളത്തിൽ ഒഴുകുന്ന നദിയുടെ
പേരാ തേംസ് നദി. അതിനകത്ത് 16 കിലോമീറ്റർ 10 വീതിയിൽ ഒരു ദ്വീപുണ്ട് പത്മോസ്. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. അമേരിക്കയിലെ ഭരണകൂടം പണ്ട് കാലത്ത് ക്യൂബയുടെ ഗൊണ്ടനാമോ ജയിലിനകത്ത് ഹല്ലേലൂയ കുറ്റവാളികളെ നാട് കടത്തുന്ന പോലെ റോം നാട് കടത്തുന്ന സ്ഥലം. വയോധികനായ അപ്പച്ചൻ, കൈകാലുകൾ വിറയ്ക്കുന്ന മനുഷ്യൻ, ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ തളർന്നു വീഴുന്ന മനുഷ്യന് ഒരു യാനത്തിനകത്ത് അവിടെ കൊണ്ടുപോയി പത്മോസിന്റെ ഏകാന്തതയിൽ കാരാഗ്രഹത്തിന്റെ പാളികൾ തുറന്നു. വയോധികനെ അവിടെ തള്ളിയിട്ടു. മകനെ മകളെ കണ്ടത് 5 കാഴ്ച. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യന്റെ അസ്ഥിക്കഷ്ടം വാർന്നു തിന്നുന്ന പരുന്ത്, തനിക്ക് മുമ്പേ വന്നവരുടെ തലയൂട്ടിയുടെ ദുർഗന്ധം. അവിടെ പാറക്കൂട്ടങ്ങളാ, അതിൻ്റെ നടുവിൽ തമ്പേറും കീബോർഡുമില്ല. കാൽവരി ദർശനം കണ്ടവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും മുട്ടുമടക്കം കരമുയർത്തുന്നവർക്കാൽ അവങ്കലേക്ക് നോക്കിയവർ ഇന്ന് രാത്രി പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായ സഹോദര സഹോദരി, മാതാവേ പിതാവേ, എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കുക. എന്ന് രാത്രി നിന്റെ കടക്കപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ അന്ന് രാത്രി സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പത്മോസിൽ മാത്രമല്ല കല്ലേലിയിലും വിടുതൽ പകരുക ഞാൻ ആരാധിക്കുന്ന ദൈവശക്തി. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? സ്വർഗം തുറക്കുന്ന ദിവ്യദർശനം. 7 പൊന്നില വിളക്കുള്ള നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവർ, കാലുലയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. കാൽവരിയുടെ കൊലക്കളത്തിൽ 186 മുള്ളുള്ള കിരീടം, 39 അടികൾ, പെരിട്ടോണിയസിന്റെ ചാട്ടവാർ, ശരീരം മുഴുവൻ വെണ്ടുകീറിയ നാഥനെ പത്മോസിൽ തേജസ്സിൽ കാണുന്നു. യോഹന്നാനെന്ന് മുട്ടുമടക്കി ഒരു കരം അവനെ തൊട്ടു. ആൽഫാവും ഒമേഗ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം. കുഞ്ഞേ, ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാനുള്ളതൊരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. അപ്പോക്കലിപ്സ് 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 ആസിയയിലെ 7 സഭ, 4 അനന്തരം സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാർ, 6 കുഞ്ഞാണ്ട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിന്റെ തൃത്വം, ന്യൂ വേ വേൾഡ് ഓർഡർ, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 ഏറ്റവും നിർണായകമായ വാക്യം കർത്തൃദാസൻ വായിച്ചു. തീ കലർന്ന പളുങ്ക് പകടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും മുദ്രയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ വീട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഇനി തിരിച്ച് ബൈബിളിലേക്ക്. ബൈബിളിനകത്ത് യേശുക്രിസ്തുവിൻ്റെ കാലിക പ്രസക്തിയുള്ള 3 പ്രഭാഷണം. 1 ഗിരിപ്രഭാഷണം, ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ ബാപ്പുജിയെ പോലെ ഹല്ലേലൂയ അഹിംസയിലേക്ക് കൊണ്ടുവന്ന ഗിരിപ്രഭാഷണം. 2 യോഹന്നാൻ 14 മാളികമുറി പ്രഭാഷണം. അത് കഴിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രഭാഷണമുണ്ട്. അതിൻ്റെ പേര് ഒലിവുമല പ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട്. അതാ മത്തായി 24. യേശു ഓശാന പെരുന്നാൾ ദൈവാലയം എടുത്തു ഇസ്രായേലിലേക്ക് നാം മടങ്ങി വരുമ്പോൾ യേശു ഒലിവുമലയിൽ ധരിച്ചിരിക്കുന്നു. ബൈബിൾ കൂടെ വെച്ചിരിക്കണം. മത്തായി 24, 3, 4, 5. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ യേശു തനിച്ചിരുന്ന ദൈവസന്നിധി നിലവിളിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ശിഷ്യന്മാർ അടുക്ക വന്നു, ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിന് ലോകത്തിൻ്റെ അവസാനങ്ങൾ? യേശുവിനോട് ചോദിച്ചു. കനകാംബീര്യമുള്ള പല പ്രഭാഷണങ്ങൾ നാഥൻ്റെ ഞങ്ങൾ കേട്ടു. ഗന്നസരത്തിലും കാനാവിലും ഗദസമനയിലും ഒക്കെ കേട്ടതിൻ്റെ മുഖാന്തരമായി ഇന്ന് ദൈവാലയത്തിനകത്ത് യുഗാന്ത്യ പ്രഭാഷണം എസ്കറ്റോളജി നടത്തി. അതിൻ്റെ പൂർണ്ണത നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം അടയാളം. യേശു ആദ്യം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. അതാ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ പ്രത്യേകത രക്ഷ പ്രസംഗിക്കാതെ, മാനസാന്തരം പ്രസംഗിക്കാതെ, നിത്യത പ്രസംഗിക്കാതെ, മരണം പ്രസംഗിക്കാതെ, മരണാനന്തര ജീവിതം പ്രസംഗിക്കാതെ, യേശുവിനെ കണ്ടാൽ വീട്, യേശുവിനെ കണ്ടാൽ കാറ്, യേശുവിനെ കണ്ടാൽ കാനഡ, യേശുവിനെ കണ്ടാൽ അമേരിക്ക, ഇങ്ങനെ പറയുന്ന പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങൾക്കൊത്ത പരിഹാസികൾ. IPCക്കാർക്ക് സന്തോഷമില്ല ദൈവസഭയിൽ എഴുന്നേൽക്കാൻ. ഇന്ന് അവർ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. കൺവെൻഷനകത്ത് 3 പേര് സത്യവചനം പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂ ജനറേഷൻ കയറി കാശ്മീരി മതിലിയാടിയോളൂ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. IPCക്കാരോട് പച്ചയ്ക്ക് പറയുമോ, ഇനി വന്നില്ലേലും വേണ്ട. രക്ഷ പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മാനസാന്തരം പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, നിത്യത പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മരണാനന്തര ജീവിതം പ്രസംഗിക്കാതെ കള്ളയോഗം. അല്ലാതെ യേശുവിനെ കണ്ട കാറ് വീട്. இந்த நாட்களில் ஒரு அருமையான வாலிபன் பேசியிருக்குது. இயேசுவை பார்த்துருக்குது. 1.5
കോടി കിട്ടുമെന്ന് സ്വോത്രം കേൾക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കേരളത്തിൽ 800 പഞ്ചായത്തും 55 മുനിസിപ്പാലിറ്റി ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ചെങ്ങളായിലായിരുന്നു, ശ്രീകണ്ഠാപുരം സ്വോത്രം. നാളെ നെയ്യാറ്റിൻകര പ്രസംഗിച്ച് അട്ടപ്പാടി, അകളി, മുണ്ടൻപാറ, നേരെ ആനക്കട്ടിയിലേക്കാണ് പോകുന്ന സ്വോത്രം. 800 പഞ്ചായത്തിൽ പ്രസംഗിച്ച് എനിക്കൊരു 5 ലക്ഷം കിട്ടിയിരുന്നേ, സംസാരം ഒരു 5000 കൊടുത്തേനെ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ത മാതിരി ഇറങ്ങുന്ന തപ്പാന പൊയ്കൾ ഇന്ത വേദിക്കുള്ള കേട്ടക്കൂടാതെ സെൻറ്ററായാലും കേന്ദ്രമായാലും കർത്താവിൻ്റെ അടി കിട്ടും സ്വോത്രം. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി ഒന്നേ പ്രസംഗിച്ചോളൂ. പത്തനംതിട്ടയിൽ എൻ്റെ കൂട്ടുവേലക്കാരെ യേശുവിനെ പറ്റി പ്രസംഗിക്കണം. വഴിയരികിൽ ഒന്നേ കരം ഉയർത്തിയോളൂ, രക്ഷയെ പറ്റി പറയണം സ്വോത്രം. മരണ വീട്ടിൽ ചെന്നാലും പറയണം ബെന്തിക്കോസല്ല, യേശു എൻ്റെ ഏക രക്ഷകൻ സ്വോത്രം. അങ്ങനെ പറയുന്ന അഭിഷിക്തന്മാർ പത്തനംതിട്ടയിൽ എഴുന്നേൽക്കട്ടെ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. നാഥൻ്റെ വരവിൻ്റെ 4 ചാലുകൾ മത്തായി 24, 32, 33, 34. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. 3 മരങ്ങളോട് ഇസ്രായേലിലെ 1 അത്തി അവൻ്റെ രാഷ്ട്രീയം. ബൈബിൾ കൂടെ ഹോശയ്യ 9, 10 അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ട്. ഇസ്രായേൽ 2 മുന്തിരി അവൻ്റെ ആത്മീയം. യോഹന്നാൻ 15, 1, 2 ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. സങ്കീർത്തനം 128 ഒലിവ് അവൻ്റെ സൗന്ദര്യം. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. കുഞ്ഞേ നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്ത്. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. അങ്ങനെ ഒരു സങ്കീർത്തനം കേട്ട ബെന്തിക്കോസുകാർക്കായി സ്വോത്രം. കല്യാണത്തിന് പറയാറുണ്ട്, നിങ്ങൾ ചിക്കൻ ബിരിയാണിയെ നോക്കും, ഞങ്ങൾ കവർന്ന് നോക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അത് താൻ ഒലിവ്. അങ്ങനെയെങ്കിൽ ഇന്ന് അത്തി തളർത്തു. 48 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ മടങ്ങി വന്നു. 2028 എത്തുമ്പോൾ 80 വയസ്സാകുമ്പോൾ ഇന്ന് രാത്രി പത്തനംതിട്ടയിൽ നമ്മുടെ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ 7 രാജ്യങ്ങളുമായി അവൻ ആക്രമണത്തിൽ. 1 ഹമാസ്, 2 സിറിയ, 3 ലെബനോൻ, 4 യമൻ, 5 തുർക്കി, 6 ഇറാൻ. അടുത്തത് അഫ്ഗാനിസ്ഥാൻ അടിക്കാൻ അവൻ തയ്യാറെടുക്കുന്നു. അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ അവൻ അടുക്ക വാതുക്കൽ ഒരുവൻ്റെ കയ്യിലേക്ക് ലോകഭരണം കൊടുക്കുവാൻ പോകുന്നു. അതിനാസ്പദമായി ചില സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. അതിനോടനുബന്ധിച്ച് പത്തനംതിട്ടക്കാരോട് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളും ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. ഒരിക്കൽ കൂടി കുമ്പനാട് ഹെബ്രോനിൽ ഇരിക്കുന്നത് പോലെ കാന്തൻ്റെ വരവിൻ്റെ 4 ചാലുകൾ. 1 യഹൂദ ലക്ഷണം, 2 പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം, 3 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 4 ഏകലോക മതം. അതാ ശിവഗിരി മഠാധിപതിയും ചാണ്ടി ഉമ്മന്, പാണക്കാട് സാദിക്കലി ശിഖാബിതങ്ങളുമെല്ലാം ഏകലോക മതവുമായി വത്തിക്കാനിൽ നിൽക്കുന്നു. വരുന്നു ന്യൂ വേ വേൾഡ് ഓർഡർ. അത് പ്രസംഗിക്കാൻ സമയമില്ല, 2 ദിവസം വേണം, അതുകൊണ്ട് അത് തൊടുന്നില്ല. അത് കഴിഞ്ഞിട്ട് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ ആ സാമ്പിളല്ലേ ഇപ്പോഴും മൗണ്ട് സിയോണി പെയ്തത്. ഈ നവംബർ ഡിസംബർ മാസത്തിൽ കട്ടൻ ചക്കയും അത് കഴിഞ്ഞിട്ട് ചേമ്പും കാച്ചിലും എല്ലാം കളച്ച് ചീനിയെല്ലാം വേവിക്കുന്ന നല്ല സമയം. മഴ എങ്ങാണ്ട് ഉണ്ടായിരുന്നു സ്വോത്രം. അതിൽ കഴിഞ്ഞ 10 വർഷമായി പത്തനംതിട്ടക്കാർ പത്തനം തുറന്നാൽ യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ സാമ്പിള്. അതിൻ്റെ അടിസ്ഥാനമായിട്ട് വേറെ കാറ്റ് വരുന്നു. இந்த நாட்களில் அருமையான புயல் வருது சோத்திரம். എന്താ കടമനിട്ടയിൽ അവരാച്ചൻ മക്കൾക്ക് പേരിട്ട് ശോശാമ്മ, മറിയമ്മ, കുഞ്ഞമ്മ, ചിന്നമ്മ, മണിയമ്മ. അതുപോലെയല്ലേ നല്ല പേര്. റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേവി, ടൗട്ട്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ചെറുപ്പക്കാർക്കും പെൺകൊച്ചുങ്ങൾക്കും സന്തോഷമില്ല. அதுக்கு தான் இந்த நாள்களில் சர்ச்சுக்கு பையன் பேர் காட்டுக்கு வந்திருக்குது. அது தான் ബിബിൻ ചോയ്. മനസ്സിലാകുന്നവർക്കായി നന്ദിയോടെ സ്വോത്രം. അപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ ചർച്ചിലെ മോടെ പേരും വന്ന ഡാന ചുഴലിക്കാറ്റ്. സന്തോഷമില്ലല്ലോ സ്വോത്രം. അവൻ്റെ മൂത്ത ചേട്ടനാ കഴിഞ്ഞ ദിവസം അടിച്ചത് ഫിൻജാൽ. അതിൻ്റെ ബാക്കിയായി ഇപ്പം കടമിനിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന മഴ. അങ്ങനെയെങ്കിൽ ഇനി ഒരു കാറ്റടിക്കൂ. അതിൻ്റെ പേരാ പെരിഷ്. അന്ന് ഏലിയാവ് പോയോലെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നവൻ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. സങ്കീർത്തനം 104 മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കും. കാന്തൻ വരാറായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ലോകം ഒരുവൻ ഭരിച്ചേ മതിയാകൂ. അതിനാസ്പദമായി റഷ്യ, ഉക്രൈൻ, ഇന്നത്തെ ഇസ്രായേൽ, ഹമാസ്. ഇതിൻ്റെ പിൻപിൽ ഇന്ന് രാത്രി നിങ്ങൾ ഈ കൺവെൻഷനിലിരിക്കുമ്പോൾ 2 പേർ ഒരുമിച്ച് കൈ കൊടുക്കുന്നു. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി മിസ്റ്റർ ട്രംപ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരുവൻ പിടിക്കുന്നു, എലോൺ മസ്ക്. ഇതായി ഇന്നത്തെ പ്രഭാഷണ വിഷയം. അതിനാസ്പദമായി വിശുദ്ധ ബൈബിളിനകത്ത് 10 യുഗങ്ങൾ
യുഗങ്ങളുണ്ട്. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അരുമயான പാടല കൊടുക്കുന്നത് കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. ആദ്യത്തെ സംഭവം ഇവിടെ നടക്കുന്നത് യുദ്ധങ്ങളൊന്നുമല്ല, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരും, അതിൻ്റെ പേര് റാപ്ചർ. അത് കഴിയുമ്പോൾ 3-ാം ലോകമഹായുദ്ധം. നമ്മുടെ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ 34 മാസമായി ഒരു യുദ്ധം നടക്കുന്നു. റഷ്യ ഉക്രൈൻ. ഷുഗർ രോഗിയുടെ കാലിലെ മുറിവ് പോലെ ഈറ്റുനോവിൻ്റെ ആരംഭമായി ഇത് മാറി. അതെവിടെ ചെല്ലും? 1-ാം ലോകമഹായുദ്ധം. അതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ 4 രാത്രികൾ വേണം. അതുകൊണ്ട് തൊടാത്ത എസെക്കിയേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ഗോഗ ഇന്നത്തെ റഷ്യ. വീണ്ടും പോയ ദൂതന്മാരുടെ കൂട്ടത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പരമ്പരയിൽ മാറിയത് ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. റഷ്യ, മേസക്, മോസ്കോ, ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ റഷ്യ, ഞാൻ നിനക്ക് വിരോധമായി കഴിഞ്ഞ 34 മാസമായി പത്തനംതിട്ടക്കാർ കാണുന്നു, ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തു. 6 രാജ്യങ്ങളുടെ നടുവിൽ കൂടി ഞാൻ കൊണ്ടുപോകും. താജിക്കിസ്ഥാനും കിർഗിസ്ഥാനും കസാക്കിസ്ഥാനും തുർക്കമിസ്ഥാനും അസർബൈജാൻ. ദ ഉക്രൈൻ ലാസ്റ്റ് പോയിന്റ്. ദ സമ്മിറ്റ് ഈസ് ഗോയിങ് ടു സൈബീരിയ. നിന്നെ സൈബീരിയ വഴി സിറിയയിൽ ഇറക്കി ഗോലാൻ കുന്ന് വഴി ഇസ്രായേൽ പർവ്വതനിരകളിൽ എത്തിക്കും. അതുകൊണ്ടാണ് നാഥൻ പറഞ്ഞത് യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് പത്തനംതിട്ടക്കാർ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. സ്വോത്രം. കോവിഡാനന്തര ലോകം എത്ര ക്ലിയറായി ഇന്നിവിടെ മൗണ്ട് സിയോണിലിരിക്കുമ്പോഴും അവിടെ അടി നടക്കുന്നു. യുദ്ധം കഴിഞ്ഞാൽ ലോകം അവസാനിക്കത്തില്ല. ഈ ലോകത്തെ ഭരിക്കുവാൻ ബൈബിളിനകത്ത് 1-ാമത്തെ ലോകം പഠനത്തോടു കൂടെ ഇരിക്കണം. അതിൻ്റെ പേരാ പുരാതന ലോകം. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാടും ശൂന്യം, ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിൻ മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ ലോകമായിരുന്നു കാസ്മോസ്. നോഹയുടെ കാലം പോയി. 2-ാം ലോകം ബൈബിൾ ക്ലിയറോടെ 2 പത്രോസ് ലീഗ ധന്യൻ ചൊല്ലി, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തിയഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകും. ആ ലോകത്തിൻ്റെ പേര് അയോൺ, ഇന്നത്തെ ഭൂമി. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിയരികൾ ദൈവദാസന്മാരുടെ നിര തന്നെ ഇവിടെയുണ്ട്. പരശോകം തുടങ്ങുമ്പോൾ അവരിങ്ങനെ പാടി, ചൂള പോലെ കത്തുന്ന നാൾ വരും, ഇതാ ഈ ലോകം കത്തി നശിക്കും. കേട്ടോണേ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഭൂമി വരുന്നു, പൊതുവാന ഭൂമി. വെളിപ്പാട് 21:1-2. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അന്ന് കടമനട്ടിയുള്ള റോസമാമയ്ക്ക് റോസ നല്ലതുപോലെ വെച്ചാൽ റോസയ്ക്കകത്ത് മുള്ളു കാണത്തില്ല. ചിന്നമാമയ്ക്ക് ഷുഗറിന് പാവയ്ക്ക് നല്ലതുപോലെ തന്നെ കയ്പും കാണത്തില്ല. സ്വോത്രം. തോമാച്ചാൻ തെങ്ങേ കയറി അത്ര കൂമ്പിലിട്ടിടിച്ചാലും കള്ളും കാണത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ശമുവേലച്ചാൻ ടെറസിനകത്ത് കഞ്ചാവ് വളർത്തിയ ഒരു രക്ഷയില്ല, പുകയ്ക്കാൻ കിട്ടത്തില്ല. സ്വോത്രം. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ അരിക്കൊമ്പനുമായിട്ട് ഇടുക്കി ക്രിക്കറ്റ് കളിക്കും. അതിൻ്റെ പേരാ വരാനുള്ള ലോകം. വൈക്കോമിന് പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്ന ദൈവസഭ എടുക്കപ്പെട്ടാൽ ഒരുവൻ്റെ കയ്യിൽ ഭരണം വരും. 4 കാലങ്ങൾ വേറെ, ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യയുഗങ്ങൾ. ഇനി വെളിപ്പാടിലേക്ക്. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോട് അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ. ഇനിയാണ് നമ്മുടെ കാതലായ പ്രഭാഷണത്തിലേക്ക്. മനസ്സിലാകുന്നവർക്കായി 2023 എല്ലാം ബൈബിളും ചരിത്രത്തിലേക്ക്. 2023 G20 ഉച്ചകോടി നിർമ്മലാ സീതാരാമൻ. അവരെവിടെയാ? ഡൽഹിയിൽ വെച്ചൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? ലോകം ഒരുവൻ ഭരിച്ചാൽ കൊള്ളാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ വ്യവസ്ഥിതികൾക്കൊരു മാറ്റം. നമ്പർ 1. നമ്പർ 2, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യത്ത് കാണും. അബുദാബിയിൽ 7000 കോടിക്ക് ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ വന്നു. സകല ചാനലുകാരും ആരെ പിടിച്ചു? മോഡി സാറിനെ പിടിച്ചു. മോഡി സാറിനെ പിടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഒരു സത്വർത്തമാനം, ഗീവ് എ ഗുഡ് ന്യൂസ് ആൾ ഓവർ ദ നേഷൻസ്. അപ്പം മോഡി സാർ പറഞ്ഞു, ബായോ ബഗൻ ये सुनना मांगता अपना दुनिया बरकत होने के लिए, शांति समाधान मिलने के लिए एक आदमी हुकूमत में बैठेगा तो ഒരുവൻ്റെ കയ്യിൽ ഭരണം കൊടുത്താൽ ദുനിയായ്ക്ക് നല്ലതായിരിക്കും. 2, 3 കടമനിട്ടയിലെ പെന്തിക്കോസുകാർ കേൾക്കണം. കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകൂടി, മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 37 രാജ്യങ്ങളുടെ ഉച്ചകൂടി റഷ്യയിൽ നടന്നു. അന്ന് 3 നേതാക്കൾ ഒരുമിച്ച്. 1 റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, 2 ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്. അത് കഴിഞ്ഞിട്ട് 3-ാമത്തവൻ ഒരുവൻ കൂടി, കൊറിയയുടെ കിങ് ജോങ്. അവരവിടെ മോഡി സാർ ഇപ്പുറത്തേക്കുമ്പോൾ കൈ ഉയർത്തി പറഞ്ഞു, ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുത്ത. എന്നിട്ട് അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു, പെന്തിക്കോസുകാർ കേട്ടാട്ടെ, ഈ എണ്ണ വില ഡോളറിനകത്ത് മാറ്റണം, അതാ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരണമെന്ന്. അന്ന് അത് പറഞ്ഞപ്പോൾ 2009 പത്തനംതിട്ട ഒരു കറൻസി ഇറങ്ങി, 6250 രൂപയുടെ ബീറ്റ് കോയിൻ. ഇന്നൊരു പേരും നമ്പരുമില്ലാത്ത കറൻസിയുടെ വില ഈ കൺവെൻഷൻ നടക്കുമ്പോൾ $90,000 ക്രിപ്റ്റോ കറൻസി. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഇരമ്യ പ്രവചനം ബൈബിളിനകത്ത് ഇസ്രായേലും തകരും അമേരിക്കയും തകരും. ഇരമ്യ പ്രവചനം 22, 21, 22 ഇസ്രായേൽ, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, എൻ്റെ വാക്ക് കേൾക്കയില്ലെന്ന് നിനക്കറിയാം.
അത് മാത്രമല്ല, നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അമ്മാമ ഡോളറിൻ്റെ വില പോയാൽ റാന്നിയിലെ പാലാ ബാങ്ക് പൊട്ടിയതുപോലെ അമേരിക്ക ദിം ധരിക്കണതു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഭരണം ഇവിടെ വരാൻ പോകുന്നു. അതിനുശേഷം നാലാമതായി ഇന്ന് 4 വൻശക്തികൾ ഒരുമിക്കുന്നു. അതാ അമേരിക്കൻ തെരഞ്ഞെടുപ്പ്. അതിലാരൊക്കെ കയറി? അമേരിക്കയുടെ പ്രസിഡന്റായി വന്നു മിസ്റ്റർ ട്രംപ്. അദ്ദേഹം ആർക്ക് കൈ കൊടുത്തു? എലോൺ മസ്കിന്. ആദ്യത്തെ അഭിനന്ദനമാര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ വെൽക്കം ചെയ്തു. നാളെ ഏറ്റവും വലിയ ടെക്നോളജിയായ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾ കൂടെയുണ്ട് കരമുയർത്തുന്നവർക്കായി. ഏകലോക ഭരണത്തിന്റെ വഴികൾ. 1, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക. 2, ജനാധിപത്യമായ രാജ്യമായ ഇന്ത്യ. 3, ടെക്നോളജിയുടെ പെരുമഴയുള്ള ഒരുവൻ കൂടെ നിൽക്കുന്നു, ഇസ്രയേൽ. 4, ലോകത്തിലെ ഏറ്റവും ധനവായ എലോൺ മസ്ക് മോഡി ആർക്ക് ട്രംപിന് കൈ കൊടുക്കുമ്പോൾ 2 കാര്യം വരുന്നു: യഹൂദന്റെ ദേവാലയം, 2 മൈക്രോ ചിപ്പ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനായി ഈ പ്രഭാഷണം. അങ്ങനെയെങ്കിൽ ബൈബിൾ കൂടെ, കർത്തൃദാസനെല്ലാം വായിക്കത്തില്ല, ദൈവസഭ എടുക്കപ്പെട്ട ബൈബിൾ കൂടെ വെച്ചിരിക്കണം. വെളിപ്പാട് 13:1-2 സമയത്തിൻ്റെ ക്ലിപ്തത അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 10 കൊമ്പ്, 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയോ, ദൂഷണ നാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. ഒരേക ലോക ഭരണത്തിന് വേണ്ടി ലോകം വരുമ്പോൾ അതാ കാണിച്ചത്. ഒരു ലോക ഭരണം വരണം, അവൻ അടുക്ക വാതിൽക്കൽ. അങ്ങനെയെങ്കിൽ ഒരു ഭരണം വരണമെങ്കിൽ ഇവരെല്ലാം ഒരുമിക്കണം. അപ്പോൾ 10 കൊമ്പും 7 തലയും. ആരാ 10 കൊമ്പ്? ശ്രദ്ധയോടെ ഇരിക്കണം. യൂറോപ്പ് 2001 രജിസ്റ്റർ ചെയ്ത് ഇന്ന് രാത്രി 30 രാജ്യങ്ങളായിരുന്നു അവിടെ. 12 രാഷ്ട്രങ്ങൾക്ക് വോട്ടവകാശം. ലൈവ് രംഗത്ത് ക്ലിയർ കൊടുക്കും. അതിൽ 12 എണ്ണം ഏതൊക്കെയായിരുന്നു? ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി. അതിൻ്റെ പേരാ ബ്രെക്സിറ്റ്. ഇന്ന് 11 രാജ്യങ്ങൾ മാത്രം. ഇനി ഒരു രാജ്യവും കൂടെ അതിൽ നിന്ന് പോയാൽ എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. ക്ലിയറാകുന്നു. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. 10 കൊമ്പ്, 7 തല. ഇറ്റലിയുടെ ടൈബർ നദീതീരം, അവിടെ 7 മലയുണ്ട്. ക്യാപിറ്റോളിയൻ, പാലിറ്റേലിയൻ, അവൻ്റെൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അതിനകത്തുനിന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, അദ്ദേഹം അന്തിക്രിസ്തുവല്ല, ദൂഷണ നാമം നിറഞ്ഞ ഒരു മൃഗം, 10 രാജമുടി. പിണറായി സഖാവ് ഒറ്റയ്ക്കല്ല, വീണ ജോർജ് കൂടെയുണ്ട്, ശിവൻകുട്ടിയുണ്ട്, ബാലഗോപാലുണ്ട്. അതുപോലെ 10 രാഷ്ട്രങ്ങൾ യൂറോപ്പിനോട് ചേരും. എതിർ ക്രിസ്തു തുമ്പുകെട്ടയുടെ എന്ന ആശയോഗ്യൻ വരുവാനിരിക്കുന്ന മൃഗം എന്നൊരാശയവുമായി ഒരു ഭരണം വരും. നീ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശം. അതാ ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, ദാര്യാവേശും കോരശും. അതിൻ്റെ വായ് നെബൂഖദ്നേസർ സിംഹമുഖം. ഇന്നത്തെ പിശാച് അതിന് സകല അധികാരവും ശക്തിയും കൊടുക്കുന്നു. അതിൻ്റെ പേര് മൊബൈൽ അടിച്ചാൽ കിട്ടും, ന്യൂ വേൾഡ് ഓർഡർ. 1-ാം മൃഗം സമുദ്രത്തിൽ നിന്ന്, 2-ാം മൃഗം ഭൂമിയിൽ നിന്ന്. വെളിപ്പാട് 13, 11, 12 ബൈബിൾ കൂടെ. കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ 2-ാമതൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. 1 മതം വത്തിക്കാനിൽ, 2 രാഷ്ട്രീയം അമേരിക്ക. ഇത് 2 കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ പത്രങ്ങളിൽ കാണുന്നത്. ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ആത്യന്തികമായ ഒരു വിഷയമുണ്ട്. എന്താ? ഇസ്രായേൽ ഹമാസിൻ്റെ വ്യാപ്തി. ആത്യന്തികമായൊരു വിഷയമുണ്ട്. ഇന്ന് യഹൂദൻ്റെ ഏറ്റവും വലിയ വിഷയം അവൻ്റെ ദേവാലയമില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇനി ബൈബിൾ നല്ലതുപോലെ പഠിക്കണം. 1-ാമത്തെ ദേവാലയം, സമാഗമന കൂടാരം. മരുഭൂമിയിൽ കതിരമരം കൊണ്ട് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അത് മരുഭൂമിയിൽ പോയി. 2 ജ്ഞാനിയ ശലോമോൻ ദേവാലയം. BC 606 നെബൂഖദ്നേസർ അതിനെ തകർത്ത് കളഞ്ഞു. 3 കോരശൻ്റെ ഇടയൻ എസ്രാ, നെഹമ്യാവ്, സെരുബ്ബാബേൽ. ഇവരുമായി 3-ാമത്തെ ദേവാലയം. അത് തകർന്നില്ല. ഇനിയുള്ള കാര്യങ്ങൾ ബൈബിളും പ്രവചനവും. ദാനിയേൽ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. തല തങ്കം, അതാ നെബൂഖദ്നേസർ. നെഞ്ചും കൈയും വെള്ളി. വാരിയൽ, ലിബിയ, ഈജിപ്തും ജോർദാനും ഇറാൻ. അതിനോടൊപ്പം അരഭാഗം ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. അത് കഴിഞ്ഞ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണം വരുമ്പോഴോ ആരാ? ഹേരോദാവിനാൽ 46 വർഷം കൊണ്ട് പണിയപ്പെട്ട ദേവാലയം. ആ ദേവാലയത്തിലെ യേശു ഓശാന പെരുന്നാളിൽ വന്നത്. റെഫറൻസ് മത്തായി 24:1-2. അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ ആലയത്തിൻ്റെ പണി കാണിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ പണി കാണുന്നില്ലേ, നല്ല വിളക്ക്, നല്ല വാഹന പാർക്കിങ്. യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. സ്വോത്രം. ഇതിനു വേണ്ടി അന്തിമ ദിനങ്ങൾ ഇസ്രായേലിൻ്റെ. ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. AD 68 ബൈബിൾ ചേർത്ത് പിടിച്ചിരിക്കണം. ടൈറ്റസ് എന്ന രാജാവ്, ടൈറ്റസ് സെക്കൻഡ്, ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വന്നു. അതിന് ചുറ്റും യെരൂശലേം കോട്ടയുടെ മുഴുവൻ അവൻ പട്ടാളത്തെ നിരത്തി. അങ്ങനെ നിരത്തി കഴിയുമ്പോൾ അവൻ ഒരു ശബ്ദം കേട്ടു. ആരോ വന്ന് പറഞ്ഞ്, നിന്റെ പിതാവ് മരിച്ചുപോയി. ഈ സൈനിക സന്നാഹം കണ്ട്
അതുകൊണ്ട് യേശുവിൻ്റെ വചനം കേട്ട കുറേ പേർ അന്ന് ദൈവാലയത്തിലുണ്ടായിരുന്നു. ടൈറ്റസ് തിരിച്ചു പോയി, പിതാവ് മരിച്ചതുകൊണ്ട് അവർക്ക് പിടികിട്ടിയ ഒരു കാര്യം, ഈ ആലയം തകരും. യേശു പറഞ്ഞതുപോലെ അന്ന് അവർ പെല്ലാമലയിലേക്ക് ഓടിയെങ്കിൽ അതൊരു നിഴലെങ്കിൽ ഇന്ന് പത്തനംതിട്ട IPC കൺവെൻഷനിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ആ ഒരു നിഴൽ കണ്ടിട്ട് ഇവിടെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നിത്യ വീട്ടിലേക്ക് യാത്രയാകും. കരമുയർത്തുന്നവർക്കായി യേശുവിൻ്റെ വചനം കേട്ട ആലയത്തിലിരുന്ന കുഞ്ഞുങ്ങൾ ആലയം തകരുന്നതിന് മുമ്പ് പെല്ലയിലേക്ക് ഓടിയെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേർ ചേർക്കപ്പെട്ട കുഞ്ഞുങ്ങൾ മരണം കാണാതെ നിത്യ വീട്ടിൽ എടുക്കപ്പെടാറായി. ബാക്കിയൂടെ കേട്ടോടോ. AD 70 ടൈറ്റസ് മടങ്ങി വന്നു, ആലയത്തെ തകർത്തു. ഇന്ന് യഹൂദൻ ആലയമില്ല. ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇന്നുണ്ട് ശലോമോന്റെ കാലത്ത് പണിഞ്ഞ വിലാപം, അതിൽ കൃത്യവചനം. മോശയുടെ തലമുറകൾ 3 കൊച്ചുമക്കളുണ്ട്. അവർ പേരാ ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരി കർത്ത. കറുത്ത പാൻറ് കറുത്ത ഉടുപ്പുമിട്ട് തലയിൽ ഒരു തുപ്പിയും വെച്ച് അവർ ചുരുൾ കൊണ്ട് മതിലിനകത്തിടിക്കുന്നു. 2 ഒരു വാതിൽ ഇന്ന് മടങ്ങിയിരിക്കുന്നു. യെസക്കേൽ 44:1-2 ബൈബിൾ റെഫറൻസ്. 1967 ജോർദാനിലെ ഹുസൈൻ രാജാവ് ഈ വാതിൽ കൂടെ കടക്കാൻ ശ്രമിച്ചു. യെസക്കേൽ 44:1-2 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവ ഇതിൽ കൂടി കടന്നത് കൊണ്ട് ഈ വാതിൽ അടച്ചിരിക്കണം. അതുകൊണ്ട് പെന്തിക്കോസുകാരെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യാശ ആരും മിണ്ടുന്നില്ല. സങ്കീർത്തനം 24 അവൻ മടങ്ങി വരും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. കരമുയർത്തുന്നവർക്കായി പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ മടങ്ങി വരും. യെരൂശലേമിന്റെ വാതിൽ അടഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് എതിർ ക്രിസ്തുവിനെ വരവേൽക്കാൻ ലോകം റെഡിയായി കോവിഡിന്റെ മറവിൽ. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ കൃപായുഗം തിരുനാൾ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. ഇനി എതിർ ക്രിസ്തു എഴുന്നേറ്റ് വന്നാൽ ദൈവാലയം പണിയും. വെളിപ്പാട് 6, 1 വെള്ളക്കുതിര, 2 ചുവന്ന കുതിര മനുഷ്യൻ അന്യോന്യം കൊല്ലും, 3 കറുത്ത കുതിര GST, 4 മഞ്ഞക്കുതിര ക്ലോറോക്സ്, 5 യാഗപീഠത്തിന് കീഴിൽ അറുക്കപ്പെട്ട 6 മക്കൾ, 6 പ്രപഞ്ചത്തിലുള്ള മാറ്റം. അങ്ങനെ ഒരുവൻ വന്നാൽ ദൈവാലയം പണിമോ? അതിൻ്റെ വഴിത്താര ട്രംപിലേക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവസഭ എടുക്കപ്പെട്ടാൽ യെരൂശലേമിന്റെ ദൈവാലയം. വെളിപ്പാട് 6-1-2 കർത്തൃദാസൻ വായിച്ച് സഹായിക്കും. എല്ലാവരും ശ്രദ്ധയോടെ വായിച്ചട്ടെ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. വെള്ളക്കുതിരയെ, സമാധാനത്തിന്റെ പുറമൂടി, ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അതാ ലോകഭരണം ഒരുവന്റെ കയ്യിൽ, ന്യൂവേ വേൾഡ് ഓർഡർ. അതിന്റെ കയ്യിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ല്. വായിച്ചട്ടെ. അവൻ ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവതാ ഒലിവ്, അത്തി, മുന്തിരി ഇതെല്ലാം ഒരുമിച്ച് കാണും. ഇത് തളർത്തു വരുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ. ഇന്നത്തെ ഹമാസിന്റെ പ്രശ്നം ഈ അടിയും ബഹളവും ഒന്നുമല്ല. അവർക്ക് കിഴക്കൻ ജെറുസലേം വേണം. അതിലേക്കായി പോകുന്ന സ്വത്രം. ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യണമെങ്കിൽ ഒരുവൻ്റെ കയ്യിൽ ഭരണം വരണം. ട്രംപൊന്നുമല്ല വരുന്നത്, വഴിത്താറുകൾ. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു യഹൂദൻ്റെ ദേവാലയം. ഇന്ന് രാത്രി കല്ലേലി സിയോൺ ഗ്രൗണ്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ 15 കൂട്ടം കാര്യങ്ങൾ ആലയത്തിന് വേണ്ടി റെഡിയാകാൻ പോകുന്നു. 1-ാമത്തെ ഭാഗം, നമ്പർ 1, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. 2017 രഹബോത്ത് ക്ലിയർ കൊടുക്കണം. യോഗം കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും കാണുകയും ചെയ്യാം. നടക്കുന്നു. ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. 48 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയൻ കൊടി ഉയർത്തുമ്പോൾ ടെൽ അവീവ് ആയിരുന്നു തലസ്ഥാനം. മാറി ജെറുസലേം ദ ക്യാപിറ്റൽ സിറ്റി നൗ. അങ്ങനെയെങ്കിൽ 2 ട്രംപിൻ്റെ മകളുടെ പേരാ ഇവാങ്കലിൻ കെട്ടിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ യഹൂദനാ. അവനാണ് എലോൺ മസ്കിൻ്റെ പങ്കാളി ജാറേദ് കുഷ്ണർ. ദാണ്ട് എംബസി അവിടെ തുറന്നു. കുമ്പനാട് IPCയുടെ ഓഫീസ് തുറന്നതുപോലെ പള്ളി പണിയാൻ വേണ്ടി എംബസി അവിടെ തുറന്നു. 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം കേൾക്കണം. ഇസ്രയേൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇന്ന് UN ഇടപെടാൻ പറ്റത്തില്ല. അവരവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഞങ്ങൾ ജൂതരാഷ്ട്രം. അങ്ങനെയെങ്കിൽ ആർക്കും അവരെ തൊടുവാൻ കഴിയത്തില്ല. 4-ാമത്തെ കാര്യം, ഇനിയുള്ള കാര്യം, ഇന്ന് നമ്മുടെ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ $60 ലക്ഷം $3 ബില്യൺ ആലയത്തിന് വേണ്ടി പിരിച്ചു കഴിഞ്ഞു. കുമ്പനാട് ജനറൽ കൺവെൻഷൻ ഡിസ്ട്രിക്റ്റ് കൊടുക്കുന്നത് പോലെ $60 ലക്ഷം $3 ബില്യൺ. 5-ാമത്തെ സംഭവമായി ഇന്ന് രാത്രി 44 ദിവസം കൊണ്ട് പണിയുവാനുള്ള ബ്ലൂ പ്രിന്റ് വന്നു കഴിഞ്ഞു. 6 മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി ടീം ആൻഡ് ബെയർ അവർ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞു. 7 ഭൂമിയുടെ അടി ചെക്ക് ചെയ്യുവാൻ ഒരു കമ്പനിയെ കിട്ടി, ഹാൽക്കറോ കൺസൾട്ടിങ്. 8 യെരുശലേം ദൈവാലയത്തിനകത്ത്
ഈ ബൈബിൾ നമ്മൾ പ്രസംഗിക്കുന്നത് പോലെ യഹൂദൻ്റെ തൽമൂദ് പഠിപ്പിക്കുവാൻ 300 കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്തു. 9ാമത്തെ സംഭവം ഗുഡ് ന്യൂസിലും സകല വാരികയിലും വന്നൊരു കാര്യമുണ്ട്. യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ഇസ്രായേൽ ചുവന്ന പശുക്കുട്ടികളെ വളർത്തുന്നു. 10ാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ബന്ധുക്കൾ പത്തനംതിട്ടക്കാരിൽ അമേരിക്കയിലുണ്ട്, അവരോട് ചോദിക്കണം. ഡ്യൂപ്ലിക്കേറ്റായി ടെക്സാസിൽ നിന്ന് 3 പശുക്കളെ ക്ലോണിങ്ങിൽ കൂടി ഇസ്രായേലിലെത്തി. 11ാമത്തെ സംഭവം, സകല യഹൂദന്മാരും മടങ്ങി വന്ന് ആലയത്തിന് വേണ്ടി നിലനിന്നാൽ അവിടുത്തെ ട്രാഫിക് കൺട്രോൾ സംവിധാനം ചെയ്യാൻ ഒരു ചെറുപ്പക്കാരനെ ഇപ്പോൾ ഇസ്രായേൽ ഒരുക്കുന്നു. അവൻ ലണ്ടൻ പോലീസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പേര് റോണി അൽഷക്കർ. 12ാമത്തെ കാര്യം, ആലയം പണിത് കഴിഞ്ഞാൽ ലേവ്യരുടെ യാഗനിമിത്തത്തിന് വേണ്ടി പുരോഹിതന് ധരിക്കുവാൻ വേണ്ടി ഒരു മാർപ്പതക്കം മെഡിറ്ററേനിയൻ കടലിൽ ഒച്ചിൻ്റെ തൊണ്ടെടുത്ത് $1,70,000 അവർ മേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ ചരിത്രം നിർണായകമായി. 12. 13ാമത്തെ കാര്യം, ഇനി ഘട്ടം ഘട്ടമായിട്ട് വായിച്ചു തരണം. കോവിഡിൻ്റെ മറവിൽ ആലയത്തിനകത്ത് കാണിക്ക ഇടുവാൻ വേണ്ടി അവർ കൊയിനും അടിച്ചു കഴിഞ്ഞു. വായിക്കും പുറപ്പാട് പുസ്തകം 30, 12, 13. അതുകൊണ്ട് ഞാൻ സാമ്പാസോട് പറഞ്ഞ് സമയം വേണം. വെളിപ്പാട് പുസ്തകം ദേ പോയി ഇതാ വന്നെന്നല്ല, ക്ലിയർ കട്ടായിട്ട് പഠിച്ചിറങ്ങണം. കർത്തദാസൻ വായിച്ച് സഹായിക്കും. പുറപ്പാട് 30, 12, 13 ദൈവാലയത്തിന് വേണ്ടി വായിച്ചിട്ട് പക്ഷേ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അടുത്ത വാക്ക്, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഏവനും വിശുദ്ധ മന്ദിരത്തിന്റെ തൂക്കപ്രകാരം അരശേക്കൽ ആലയത്തിലെ കാണിക്ക. ഒരു നിമിഷം കർത്തൃദാസൻ വെയിറ്റ് ചെയ്യും. 1948 മെയ് 14 അവർ രൂപീകൃതമായി. അന്ന് ആ ശേക്കൽ അടിച്ചത് നമ്മുടെ $1, $2, 50 പൈസ നാണയം പോലെ ഉണ്ടായിരുന്നു. 70 ആയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാർ ഇസ്രായേലായി. അവന്മാർ ഈ അരശേക്കലങ്ങ് മാറ്റി. പക്ഷേ കോവിഡ് കാലത്ത് ഇസ്രായേലിൻ്റെ ട്രഷറി ഇന്ന് നിങ്ങളുടെ കൺവെൻഷനിലിരിക്കുമ്പോൾ 20 വയസ്സിന് മേളിലുള്ളവർക്കെല്ലാം വീട്ടിൽ കൊടുത്തിരിക്കുന്നു. ഏത് സമയത്തും ആലയം തുറന്നാൽ കാണിക്ക ഇടണം. അടുത്ത വാക്കൂടെ ദൈവദാസം വായിച്ചാട്ടെ, ക്ലിയർ കട്ടായിരിക്കണം പ്രഭാഷണം. വായിച്ചാട്ടെ അടുത്ത വാക്ക്. സേക്കൽ എന്നത് 20 ഗേര വഴിപാട്. അടുത്തത്, ആ അരസേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കും. അതാ കിടക്കുന്ന ആലയത്തിന് വഴിപാട്. അടുത്ത വാക്ക്, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെ ഉള്ളവനല്ല. കുഞ്ഞുങ്ങൾ ആരും ഇടണ്ട, 20 വയസ്സിന് മീതെ ഉള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. ഈ പണമുള്ളവൻ കൊണ്ട് കൂടുതൽ ഇടും, കുറവുള്ളവൻ കൊണ്ട് ഇടാതെ ഇരിക്കും. അതുകൊണ്ട് ഇത് കൊടുത്താച്ചാ അതുകൊണ്ട് ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരസേക്കൽ അധികം കൊടുക്കരുത്. അതുകൊണ്ടാ ഗവൺമെന്റ് ട്രഷറിന്ന് അടിച്ച് വീട്ടിൽ തല എണ്ണി കൊടുത്തേക്കുന്ന ദരിദ്രൻ. വായിച്ചാട്ടെ, ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത്. പെന്തിക്കോസുകാരെ ഇതെല്ലാം കേട്ടോണോ? യഹൂദന്റെ ദേവാലയം റെഡിയാക്കാൻ പോകുന്നു. 1, 13ാമത്തെ സംഭവം, 14ാമത്തെ സംഭവം എല്ലാവരും കേട്ടോണം. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഒരു കാര്യം കൂടെ നടക്കും, അതുകൂടെ പറയാം. 14ാമത്തെ സംഭവമായി, ഇന്ന് കോവിഡ് വന്നപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടുത്തെ യഹൂദന്മാരോട് പറഞ്ഞ്, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സകലർക്കും മടങ്ങി വരാം. അപ്പൻ ആരോ ആയിക്കോട്ട് പ്രശ്നമില്ല, അമ്മ യഹൂദ സ്ത്രീ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് മടങ്ങി വരാം. ബൈബിളിനകത്തുണ്ടോ? എസെക്കിയേൽ പ്രവചനം 36:24. കോവിഡ് സാധാരണ സംഭവമല്ല, അന്തിമ ദിനം. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ഇതിൻ്റെ നടുവിൽ പലതും നടക്കുക. വായിക്കാം എസെക്കിയേൽ 36:24. അതാ ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് പറഞ്ഞു. വായിച്ചോട്ടെ. ഞാൻ നിങ്ങളെ ജാതി ഇടയിൽ നിന്ന് കൂട്ടി. കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചി വൈപ്പിന് ജീവവചനം കൺവെൻഷൻ വെച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ മട്ടാഞ്ചേരിക്കാരടുത്ത് പോർട്ട് കൊച്ചിയിലാണ്, സൗദി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് പ്രസംഗിച്ച്. ഞാൻ അവരോട് ചോദിച്ചു, യഹൂദന്മാർ വല്ലതും ഉണ്ടോ? നിന്നെ ഒരു ബാബുച്ചേട്ടൻ മാത്രമേ ഉള്ളെന്ന് മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സകലരും വണ്ടി കയറി, മണിപ്പൂരിൽ നിന്നും ആസാമിൽ നിന്നും എല്ലാം കയറി. അമേരിക്കയിൽ നിന്ന് 63 ലക്ഷം പേര് ചാടാനിരിക്കുക ഇസ്രായേലിലേക്ക്. ഞാൻ ജാതികളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച്. വായിച്ചാട്ടാ, സകല ദേശങ്ങളിൽ നിങ്ങളെ ശേഖരിച്ച്, സകല ദേശങ്ങളിൽ നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരം ഉയർത്തുന്നവർക്കായി അതാ കോവിഡിന്റെ മറവിലെ യഹൂദൻ മടങ്ങി വരുന്നു. ഇന്ന് രാത്രി അന്തിമ ദിനം. ചെറുപ്പക്കാരും പെങ്കൊച്ചുങ്ങളും നോട്ട് ചെയ്യണം. ഇസ്രായേലിലെ സുന്ദരമായ എയർപോർട്ട് നിങ്ങൾ പോയി കാണും. ആ എയർപോർട്ടിന്റെ പേര് ഡേവിഡ് ബെൻ ഗൂറിയോൻ എയർപോർട്ട്. അവിടെ നമ്മുടെ കൺവെൻഷന്റെ കൗണ്ടർ പോലെ ഒരു കൗണ്ടർ ശരിയായി റോഷ് വാഷ് എന്ന ഗ്രൂപ്പ് മനസ്സിലാകുന്നവർക്കായി ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. അതിന്റെ പേര് ഏലാ താഴ്വര. അത് സൗദിയുടെ അക്കരക്കരയായിട്ട് വരുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അവിടെ ലൈഫ് മിഷൻ കടമിനിട്ട വീട് പണിയുന്ന പോലെ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവമക്കളോട് ഒരിക്കൽ കൂടി പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. കടമനിട്ട സിയോനെ, ഇന്ന് രാത്രി ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ
എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കോവിഡിന്റെ മറവിൽ സ്വോത്രം. 15ാമത്തെ സംഭവം, യവന് വേണ്ടി ആലയം പണിയുവാൻ ട്രംപ് എഴുന്നേറ്റ് വരും. അതാ ബെഞ്ചമിന്റെ അവർ കൈ കൊടുത്തത്. വായിക്കാം ഇരമ്യാ പ്രവചനം 6:14. എല്ലാം പ്രവചനം എടുത്താട്ട് ഇരമ്യാ പ്രവചനം 6:14. പണ്ട് KK ചെറിയാച്ചൻ വായിക്കുന്ന പോലെ 4 വായിച്ചാട്ട. ഇരമ്യാ 6:14 നല്ലോണം വായിച്ചാട്ട്. സ്വോത്രം. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് അവർ പറഞ്ഞ് ട്രംപ് സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന് മുറിവിൽ ലഘുവായി ചെറിയൊരു ട്രീറ്റ്മെന്റ് പാരാസെറ്റമോൾ കൊടുക്കും. അതിന്റെ ആദ്യത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു ലബനോനുമായിട്ടുള്ള വെടിനിർത്തൽ. മനസ്സിലാകുന്നവർക്കായി കഴിഞ്ഞ ദിവസം പത്രം വായിക്കണം. സ്വപ്നയുടെ സ്വർണം വായിക്കരുത്. സ്വോത്രം. ഹമാസിനോട് പറഞ്ഞ് ബന്ദികളെ വിട്ടുകൊടുത്താൽ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാ. ജനുവരിയിൽ ട്രംപ് വരുമ്പോൾ താൽക്കാലിക ആശ്വാസവുമായി ഒരു വെടിനിർത്തൽ വരാൻ പോകുന്നു. സമാധാനം എന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനത്തിന് കാംക്ഷിച്ചിരിക്കെ ലഘുവായൊരു സമാധാനം ഇപ്പം ഉണ്ടാവും. സ്വോത്രം. അതുകൊണ്ട് ദയവേത് കടമനിട്ട് റാന്നിയിലും വടശ്ശേരിക്കാനും ചിറ്റാറിലുള്ളവരെല്ലാം കൂടെ വസ്തുവും പുരയുടെ എഴുതി വിറ്റ് പോകരുത്. സ്വോത്രം. ചിലരിതെല്ലാം കണ്ടിട്ട് പറയും കർത്താവ് വരാറായി. അൽപകാമം കുഴിമന്തി ഗ്രില്ലും ഒക്കെ തിന്നായിരിക്കും. എൻ്റെ പൊന്നമ്മാമെ പെരുവഴിയാണ്. സ്വോത്രം. കർത്താവ് വരണമെങ്കിൽ 3 കാര്യം നടക്കണം. സ്വോത്രം. എന്താ 3 കാര്യം? 1, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെ സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. സ്വോത്രം. 2, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായ കാഠിന്യമുണ്ടാകണം. അതാ ഒക്ടോബർ 7 മുതൽ 7 രാജ്യങ്ങളുമായി അടിക്കുന്നത്. 3ാമത്തത്, കല്ലേല് ദൈവസഭ എന്തിനായി കൺവെൻഷൻ വെച്ചിരിക്കുന്നത്? പത്രോസിലേക്ക് ഒരു കാര്യം പറഞ്ഞു. എന്താ ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ താമസിക്കുന്നത് കല്ലേലിയിൽ ചിലരും കൂടി രക്ഷയുടെ പെട്ടകത്തിൽ കടക്കണം. അതുകൊണ്ട് കർത്തൃദാസനെ ഈ വർഷം ഇവിടെ കൺവെൻഷൻ വെച്ചിരിക്കുന്നത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് വീടും കാറും കമ്പ്യൂട്ടറും വിറ്റ് കളയരുത്. നോർത്ത് ഇന്ത്യ में जाएगा उधर 5,000 गाँव में किसी अभी तक पता चले हमारा परमेश्वर कौन है, യേശു മസീഹ് कौन है. 5000 ഗ്രാമത്തിൽ ഇതുവരെ യേശുവിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ യേശു വരുന്നു. സ്വോത്രം. അതുകൊണ്ട് ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. ഈ 15 കാര്യം കഴിഞ്ഞു. 16ാമത്തെ സംഭവം ഇനി മനസ്സിലാക്കണം. ഈ കൺവെൻഷൻ ഇന്ന് അവസാനിക്കും. തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ടൈപ്പ് ചെയ്യണം, റോഷ് ഗോസന്ന. ഇന്ന് യഹൂദൻ്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നിടത്ത് ഒരു സംഭവം നടക്കുന്നു. അവർ ചുവന്ന പശുക്കളെ കൊണ്ട് അറുത്ത് ആദ്യം അവർ കാണിക്കുന്നു. അതിൻ്റെ പേര് ഹനൂക്ക ഫെസ്റ്റിവൽ. അതിനാസ്പദമായി അടുത്ത ആഴ്ച മുതൽ ഇസ്രയേലിൽ നടക്കുന്നു. ചുവന്ന പശുവിനെ അറക്കുന്നു. അങ്ങനെയെങ്കിൽ ആരാലയം പണിയും? സ്വോത്രം. ട്രംപ് ഒന്നും അല്ല ആലയം പണിയുന്നത്. എതിർ ക്രിസ്തു വരും ആലയം പണിയുവാൻ. അവൻ ആലയം പണിഞ്ഞതിന് ശേഷം ആദ്യം എന്താ ചെയ്യുന്നതെന്നറിയാമോ? അതിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. പ്രസംഗത്തിൻ്റെ 1ാമത്തെ ഭാഗം വായിക്കാം. ദാനിയേൽ പ്രവചനം 12:11. എതിർ ക്രിസ്തു ഇത്രയും കാര്യങ്ങൾ സഭ ഇവിടുന്ന് പോയി കഴിയും. ദാനിയേൽ 12:11. അച്ഛൻ വായിച്ച സഹായിച്ചു തരണം. വായിച്ചാട്ടെ. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും റോബോട്ടിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. അതാ യഹൂദന്റെ കലണ്ടർ. ഒരു വർഷം 360. 3.5 വർഷമായി വായിച്ചത് 1290. അങ്ങനെയെങ്കിൽ ആരാലയം പണിയും? ട്രംപല്ല, നെതന്യാഹു അല്ല, ഇന്ത്യ പ്രധാനമന്ത്രിയല്ല, എലോൺ മസ്ക് അല്ല. ഇവരെല്ലാം വഴി ഒരുക്കി കൊടുക്കും എതിർ ക്രിസ്തുവിന് വേണ്ടി. അവൻ അടുക്ക വാതുക്കൽ. അപ്പം ഇനി ഒരു കാര്യം കൂടെ പറയാം. ആൻറ്റി ക്രൈസ്റ്റ് വരും. യഹൂദന്റെ സമാധാനത്തിൻ്റെ വെള്ളക്കുതിരയുടെ പുറം മൂടി. 1ാം മുദ്ര വെള്ളക്കുതിര ജയിക്കുന്നവന് ജയിപ്പാനുമായി പുറപ്പെട്ടു. ആലയത്തിനകത്ത് അവൻ റോബോട്ടിനെ കൊണ്ടുവെക്കും. ഇന്ന് പിന്നെ പല ബന്ധിക്കോസുകാരും പറയാറുണ്ട്, ഭയങ്കര ചർച്ചയാണ് നമ്മുടെ ഇപ്പം മൊബൈലിനകത്ത്, യേശു വരുമോ അന്തിക്രിസ്തു വരുമോ? ബൈബിൾ വായിച്ചു തരാം, അച്ഛൻ വായിക്കണ്ട പറഞ്ഞു തരാം. യാക്കോബ് മക്കളെ വിളിച്ച് അനുഗ്രഹിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. സ്വോത്രം. ഉൽപ്പത്തി 49:10. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങത്തില്ല. അപ്പോൾ ആദ്യം അന്തിക്രിസ്തു വല്ല രാജാക്കന്മാരുടെ രാജാവായി യഹൂദ ഗോത്രത്തിലെ സിംഹം വരും. ആൻറ്റി ക്രൈസ്റ്റ് ആരാ? മോഡി സാറല്ല ആൻറ്റി ക്രൈസ്റ്റ്. പിണറായി അല്ല, ബരാക് ഒബാമയല്ല. ആൻറ്റി ക്രൈസ്റ്റ് സിറിയാക്കാരനാണ്. ഉൽപ്പത്തി 49:17. 7 വർഷത്തെ ഭരണം. നിങ്ങളുടെ ബൈബിൾ. ദാൻ വഴിയിലൊരു പാമ്പ്, പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അങ്ങനെയെങ്കിൽ ചിതറിപ്പോയ ദാൻ ഗോത്രം. ആവർത്തന പുസ്തകം അവസാനിക്കുമ്പോൾ അതിനകത്തൊരു വാക്യം എഴുതിയിട്ടുണ്ട്. ദാനിൻ്റെ കുതിരകളുടെ ചിറാലിപ്പ്. അതായിരുന്നു സിറിയ. ഇന്ന് രാത്രി നമ്മുടെ പ്രസംഗം ഇവിടെ നടക്കുമ്പോൾ വിശുദ്ധ വെളിപ്പാടിൽ ദാനില്ല. ദാനിൻ്റെ പകരമായി ചേർക്കപ്പെട്ട മനശ്ശെ ഗോത്രം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി സിറിയ കത്തുന്നുവെങ്കിൽ 12 ലക്ഷം അഭയാർത്ഥികളെ യൂറോപ്പിനകത്ത് കൊടുത്തെങ്കിൽ യഹൂദന്റെ ജീനിനുള്ള ഒരുവൻ വത്തിക്കാന്റെ പിന്തുണയോടെ ഉലക ഭരണത്തിലേക്ക് വരും. അവൻ അടുക്ക വാതിൽക്കൽ. അവനായി ആലയം പണിയുന്നത്. അപ്പൊ പെന്തിക്കോസുകാരോട് ഇന്ന് പച്ചയ്ക്ക് പറയാം, ആന്റി ക്രൈസ്റ്റ് അവൻ്റെ അമ്മായിയപ്പനുമല്ല ആദ്യം വരുന്നത് തൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ.
കാന്തൻ മധ്യാകാശത്തിൽ. ഈ അടുത്ത ദിവസം നെടുമങ്ങാടിനടുത്ത് വലിയമല AG കൺവെൻഷൻ 3 രാത്രി ഞാനായിരുന്നു, 4-ാം ദിവസം TJ ശാമുൽ സാറായിരുന്നു, വെളിപ്പാട് പുസ്തകം. അപ്പോൾ അവിടെ പലർക്കും സംശയം, സാറിനോട് എന്നോട് ചോദിക്കാതിരിക്കാം, ആര് വരും, അന്തിക്രിസ്തു വരുമോ അത് യേശു വരുമോ എന്ന് നമ്മുടെ മൊബൈലിൽ ചർച്ചയാണല്ലോ. സ്വോത്രം. ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ഞെ ബൈബിൾ എടുക്കാൻ പറഞ്ഞു. 2 ഭാഗം യേശു പറഞ്ഞു. നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ നോഗയും കുഞ്ഞുങ്ങളെയും പെട്ടകത്തിനകത്ത് കയറ്റി കുറ്റിയിട്ടിട്ട് ആകാശത്തിൽ നിന്ന് മഴ ഇറങ്ങിയത്. 1. 2, സായം സന്ധ്യയിൽ 2 ദൂതന്മാർ സോവേറിനകത്തിയെന്നോ ലോത്തിനെയും കുഞ്ഞുങ്ങളെ പിടിച്ചു. പർവ്വതത്തിലേക്ക് ഓടണം, ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, തിരിഞ്ഞു നോക്കരുത്. അവരെ സോവേറിൽ വിട്ടതിന് ശേഷം ആകാശത്തിലെ സ്റ്റാറ്റോസ്ഫിയറിൽ നിന്ന് തീ ഇറങ്ങിയെങ്കിൽ പത്തനംതിട്ടയിലെ ദൈവമക്കളോട് ഇന്ന് കറ്റായമായിട്ട് പറയുന്നു, ആദ്യം അന്ത്യക്രിസ്തു അവൻ്റെ അമ്മായിയപ്പനുമല്ല വരുന്നത്, തൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കള് നിത്യ വീട്ടിലെത്തിക്കാൻ കാന്തൻ വരും. സ്വോത്രം. നമ്മുടെ ഇടയ്ക്ക് ഒത്തിരി പേർക്ക് ഡോക്ടറേറ്റ് കിട്ടിയോണ്ട് ഇപ്പോൾ ചർച്ചയാണ്. വഴിയരിക ഹല്ലേലൂയ പറയാനില്ല, അങ്ങ് ചർച്ചയില്ലേ. സ്വോത്രം. നിൽക്കട്ടെ, അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയുന്ന സ്വോത്രം. അങ്ങനെയെങ്കിൽ അവൻ സോഫിയയുടെ മൂത്ത ചേച്ചിയെ കൊണ്ടുവെക്കും. ദാണ്ട് അന്തിക്രിസ്തു ആലയത്തിനകത്ത് ദാണ്ട് സോഫിയയുടെ മൂത്ത ചേച്ചിയെ കൊണ്ടുവെക്കുക റോബോട്ടിനെ വണങ്ങത്തില്ല. ദാനിയേൽ 12:11. ദാനിയേൽ 12:11 റോബോട്ട് എന്ത് സംസാരിക്കും? ഇസ്രായേലിലെ നിലവിളി. 2 തെസ്സലോനിക്കർ 2:4. അച്ഛൻ ക്ലിയറായിട്ട് വായിച്ചാണ്. 2 തെസ്സലോനിക്കർ 2:4 വാക്യം. അവൻ ദൈവാലയത്തിൽ കൊണ്ട് റോബോട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുക. സോഫിയയുടെ മൂത്ത ചേച്ചി വായിക്കാട്ടെ. ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാഭിഷേകമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. കിടക്കുന്ന യേശു കാൽവറിയുടെ കൊലക്കളത്തിൽ തന്നെത്താൻ താഴ്ത്തി ടെറ്റലസ്റ്റായി എതിർ ക്രിസ്തു, തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ഇനി ഇവിടെ 2 ഭാഗം നിങ്ങൾ കേൾക്കണം. ഇതാ ബേസ് പ്രസംഗത്തിന്റെ 1-ാം ഭാഗം. യഹൂദൻ ഒരിക്കലും വിഗ്രഹത്തെ വണങ്ങത്തില്ല. സീനായുടെ മടിത്തട്ടിൽ മോശയെ സ്വർഗം കൊണ്ടുപോയി 750 പ്രമാണം 10 കൽപ്പന. പുറപ്പാട് 24. മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിൻ്റെയും വിഗ്രഹത്തെ വണങ്ങരുത്. അങ്ങനെയെങ്കിൽ റോബോട്ടിനെ അവർ വണങ്ങത്തില്ല. 2, എതിർ ക്രിസ്തു സിറിയായി എന്ന് വരുന്നവനാ. ഈ പ്രസംഗം നിങ്ങൾ മനസ്സിലാക്കണം. സിറിയായി എന്ന് വരുന്ന, പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ഇവിടെ പഠിച്ച ദൈവദാസന്മാർ ചരിത്രം പഠിച്ചവർക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. അവൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരിക്കൽ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു, തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിൽ കൂടെ വന്നപ്പോൾ അവർ പരിഗണിച്ചില്ല. 2ാമത് അവൻ ഇസ്രായേലിനെ ആക്രമിച്ചു. അന്ന് യഹൂദൻ വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ടായിരുന്നു. ആ പന്നി, സ്വോത്രം, യെരൂശലേമിന്റെ ദൈവാലയത്തിൽ അടിച്ചിറക്കി യഹൂദന്റെ വായ്ക്കകത്ത് മുപ്പല്ലി കുത്തി നിലവിളിച്ചെങ്കിൽ തകർന്നു പോയ റോമാ സാമ്രാജ്യം മടങ്ങി വരുമ്പോൾ, എതിർ ക്രിസ്തു ഭരണത്തിൽ വരുമ്പോൾ, 1, യഹൂദന് വേണ്ടി ആലയം പണിയും. 2, യഹൂദന് വെറുക്കപ്പെട്ട ആദ്യം ചുവന്ന പശുവിനെയൊക്കെ മാറ്റി ഹനൂക്കായി മാറ്റും. ആരെ കൊണ്ടടിച്ചിറക്ക്? പന്നിയെ കൊണ്ടടിച്ചിറക്ക്. ഇനി അടുത്ത വാക്യം മത്തായി 24:15-16. യഹൂദനോടുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞ വാക്യം 1-ാമത്തെ കണ്ണിങ് വായിക്കാം. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അന്ന് വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. കിടക്കുന്ന ഇതാ 2 പ്രസംഗത്തിന്റെ 1-ാമത്തെ ഭാഗ്യം. 3 ഭാഗം കൂടെ പറയുമ്പോൾ അവസാനിക്കും. എന്താ അതിന്റെ പ്രത്യേകത? എന്താ പറയാ? ദൈവാലയത്തിനകത്ത് റോബോട്ടിനെ വെക്കും, അതിനെ വണങ്ങത്തില്ല. 2ാമത്തെ സംഭവം, ചുവന്ന പശുവിന് പകരമായി പന്നിയെ കൊണ്ട് അവിടെ അറക്കും. പന്നിയുടെ രക്തം യഹൂദന്റെ വായിൽ കൊടുക്കും. അവരതിനെ കൊള്ളത്തില്ല. മത്തായി 23:37. യെരൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സില്ലായിരുന്നു. കണ്ടോ? 1-ാമത്തെ ഭാഗം കേൾക്കണം. 1, യെരൂശലേമിന്റെ ദൈവാലയത്തിനകത്ത് റോബോട്ട് വരും, അവൻ വണങ്ങത്തില്ല. എന്നാൽ ആ റോബോട്ട് ആ ദേവാലയത്തിനകത്ത് വരുന്നതിന് മുമ്പ് പത്തനംതിട്ടയിൽ ഒരു സംഭവം നടക്കുക. എന്താ? തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം കരമുയർത്തുന്നവർക്കായി. 2, ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ IS-ന്റെ മിലിറ്ററിയാ. IS മിലിറ്ററി നിങ്ങൾക്കറിയാം, എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററി. അങ്ങനെയെങ്കിൽ ദേവാലയത്തിനകത്ത് റോബോട്ടിനെ വെക്ക്. പന്നിയുടെ രക്തം വായ്ക്കകത്ത് കൊള്ളാൻ ശ്രമിക്കുക. പന്നിയുടെ രക്തം യഹൂദൻ കൊള്ളത്തില്ല. അന്ന് യഹൂദന്റെ തലയിൽ IS-ന്റെ ഹല്ലേലൂയ പോരാളികൾ കഴുത്തിനകത്ത് ഷോള് ചുറ്റോ. അവന്റെ കഴുത്തറുത്ത് രക്തം താഴെ വീഴും. ആ രക്തം താഴെ വീഴുന്ന കാലത്തിന്റെ പേര് പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്നാൽ IS-ന്റെ പോരാളികൾ അവിടെ വന്ന് യഹൂദന്റെ കഴുത്തറുത്ത് രക്തം താഴെ വീഴുന്നതിന് മുമ്പ് പത്തനംതിട്ടയിൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു.
പോകുന്നു. ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടി കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചു ചീന്തി, എനിക്ക് ദാഹിക്കുന്നു, സകലത് നിവർത്തിയായി കഴിയുമെങ്കിൽ ഈ പാനപാത്രമേങ്കൽ നിന്ന് നീക്കണമേ. ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളി യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴിയെങ്കിൽ യഹൂദന്റെ ദേവാലയത്തിനകത്ത് പന്നിയുടെ രക്തം വീഴുന്നതിന് മുമ്പ് അവൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കല്ലേലിയ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ട്രംപ് എലോൺ മസ്കും ഒരുമിക്കുമ്പോൾ യഹൂദന്റെ ദേവാലയം വരാറായി. അതിനു മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടമെടുക്കപ്പെടും. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നിത്യ വീട്ടിൽ എടുക്കപ്പെടാൻ കാലമായി. സ്വോത്രം 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 സ്വോത്രം. ഇന്ന് രാത്രി ആ കാലത്തെ പറ്റി ഇന്ന് രാത്രി പറയണം. 2 ദേവാലയം ഇവിടെ ഉണ്ടാകത്തില്ല. ശ്രദ്ധയോടെ ഇരിക്കണമേ. അതുകൊണ്ട് യേശു പറഞ്ഞു, യോഹന്നാൻ 14:30 തൊടണ്ട, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യമല്ല. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. 2 ദേവാലയം ഇവിടെ ഉണ്ടാകത്തില്ല. ശ്രദ്ധയോടെ. 1 സമാഗമന കൂടാരം, 2 ശലോമോന്റെ ആലയം, 3 കോരശിൻ്റെ ആലയം, 4 ഹേരോദാവ് പുതുക്കി പണിഞ്ഞ ആലയം, 7 70 തകർത്തു. ഇന്നൊരു ദേവാലയം ഇവിടെയുണ്ട്. യഹൂദന്റെ ദേവാലയം എതിർ ക്രിസ്തുവിന്റെ പുറമോടിയോട് അവിടെ പണിയുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ദേവാലയം എടുക്കപ്പെടും. ആരാ? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന സഭയാം ദേവാലയം കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ ഇവിടുന്ന് രൂപാന്തരപ്പെടാൻ കാലമായി. കരമുയർത്തുന്നവർക്കായി വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തേ. സ്തോത്രം. അതുകൊണ്ട് ഇസ്രായേലിനോട് ആമോസ് 4:12 വായിച്ചട്ടെ. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. മൗണ്ട് സിയോനിലെ തങ്കച്ചാന്റെ TPM-ന്റെ ബൈത്തോമിന്റെ വാതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കോഴഞ്ചേരി സ്വോത്രം. ഇന്ന് ചില ബന്ധിക്കോശാരെ വാതൊക്കെ എഴുതിയിട്ടുണ്ട്. ആമോസ് 4:12 വായിച്ചട്ടെ. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട്, ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരം ഉയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ട്രംപും എലോൺ മസ്കും മോഡി സാറും വരുമ്പോൾ ഇന്ന് രാത്രി കടമനിട്ടിയോട് 1-ാമത്തെ ഭാഗം എല്ലാവരും ശ്രദ്ധയോടെ. നാടൻ ഭാഷ. ഇവിടെ നല്ലൊരു വീട്, ഒരു ചെറുപ്പക്കാരി, നാടൻ മലയാളം. 38 വയസ്സ് അവന്, 36 വയസ്സ് ചെറുപ്പക്കാരിക്ക്. അവർ ഏറെ നാൾ വിദേശത്തായിരുന്നു. ഇവിടെ വന്ന് നാട്ടിൽ മക്കളില്ലായിരുന്നു. അവർ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. ഇപ്പൊ ചെറുപ്പക്കാരന് 41 വയസ്സ് കഴിഞ്ഞു, പെൺകൊച്ചിന് 40 വയസ്സുമായി, മനസ്സിലായി 39 വയസ്സുമായി. അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ കിട്ടി. നല്ല വീട്, നല്ല കാറ്, വീട്ടിനകത്ത് നല്ല സൗകര്യം. എല്ലാവരും നാടൻ മലയാളത്തിൽ. ഒരു ഉച്ച സമയത്ത് 2-3 പേര് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. 2 വയസ്സുള്ള കരിക്കട്ടയുള്ള ആൺകുട്ടിയുമായി ഉറങ്ങാൻ കടങ്ങി. ആ ബെഡിനകത്ത് അവർ കിടന്നു. ഉച്ചയൂണ് കഴിഞ്ഞ് AC ഒക്കെ ഇട്ട് കിടന്ന 3:30 ചെറുപ്പക്കാരും എഴുന്നേറ്റു. കറുത്ത കൊച്ചവിടെ ഉറങ്ങുമ്പോൾ ഒരു തലയണ അവിടെ വെച്ചു. ആ തലയണ അവിടെ വെച്ചിട്ട് അവർ പറഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ, കുഞ്ഞുണരുമ്പോൾ ചായ ഇടാം. തോട്ടത്തിനകത്ത് വെള്ളമടിക്കാൻ പോയി. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ ഒരു നിലവിളി, പോക പോക പോക. ചെറുപ്പക്കാരി ഓടി വന്നു. എല്ലാവരും പറഞ്ഞു, വീട്ടിനകത്ത് കയറരുത്, വീട്ടിനകത്ത് കയറിയാൽ തീ പറ്റോ. അവർ പുറത്ത് നിന്ന് കരഞ്ഞു. ഞങ്ങൾ വളരെ ബന്ധപ്പെട്ട് ലഭിച്ചൊരു കുഞ്ഞ ഉണ്ടാകത്തില്ല. ചെറുപ്പക്കാരി ധൈര്യം സംഭരിച്ചിട്ട് പറഞ്ഞു, ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാലും, ആരൊക്കെ ഞങ്ങൾ തടഞ്ഞു വെച്ചാലും ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു കാണിയാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. കത്തുന്ന വാതിലിനകത്ത് ഓടിപ്പോയി ചവിട്ടി ബെഡിനകത്ത് അല്പം പൊള്ളിക്കിടന്ന 2 വയസ്സുള്ള കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ചാടി ഒറ്റവരക്ക്. അവർ പറഞ്ഞു, ചെറിയ പൊള്ളലേ ഉള്ളു. എന്നിട്ട് പുറകോട്ട് തിരിഞ്ഞൊരു കാര്യം പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി പത്തനംതിട്ടയോട് ഒരിക്കൽ കൂടെ പറയാം, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി കത്തിക്കാൻ പോകുന്നു. അതിൻ്റെ നടുവിൽ നിന്ന് ചെറുപ്പക്കാരി കുഞ്ഞിനെ വാരിയെടുത്തതുപോലെ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സ്നാനമേറ്റ് ദൈവശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കുക. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ മടങ്ങി വരാറായി. യെരൂശലേമിൻ്റെ ദൈവാലയം അവിടെ ഉയരുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. 2 ലോകം കാണാൻ പോകുന്ന ഒരു ടെക്നോളജിയുടെ പകരുമ്പോൾ സമയം അവസാനിക്കും. ബാക്കി മറ്റൊരിക്കൽ വായിക്കാം. എലോൺ മസ്കിൻ്റെ മൈക്രോചിപ്പ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. 3 വാക്യം കൂടെ വായിക്കുമ്പോൾ അവസാനിക്കും. വെളിപ്പാട് പുസ്തകം 13-ന്റെ 16, 17, 18 വാക്യങ്ങൾ വായിച്ചട്ടെ ചായ. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ്
മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങിയോ വിൽക്കുകയോ ചെയ്യുവാൻ വകയാതെയാക്കുന്നു. അവിടെ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ഭാഗം ഞാൻ തൊടുന്നില്ല. ഇവിടെ ആറന്മുളക്കാരി സഹോദരി വീണ ജോർജ്, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, 36,000 കേസ് വന്നപ്പോൾ അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം, 2 ഡോസ് വാക്സിൻ എടുത്തവർക്കേ അകത്ത് കയറാവൂ. സ്തോത്രം. ബാങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ച്, മാർക്കറ്റിൽ സ്റ്റിക്കർ ഒട്ടിച്ച്. പിറ്റേന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പത്തനംതിട്ടക്കാരല്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, വീണ ജോർജ് സാറ് പറഞ്ഞത് തെറ്റായിപ്പോയി, അതുകൊണ്ട് മാറ്റി പറയണം. പിറ്റേന്ന് ക്ലിയറായി മുഖ്യമന്ത്രി പറഞ്ഞു, 2 ഡോസ് വാക്സിൻ അല്ല, ചൂട് നോക്കി ആർക്കും എവിടെയും കയറാം. ഇതൊരു സാമ്പിളാണ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വാക്സിനേറ്റഡ് മാറും, മൈക്രോ ചിപ്പിലേക്ക് ലോകം. അന്ന് കൈമേലും നെറ്റിമേലും തുടക്കം എവിടെ തുടങ്ങി? 2009 ആധാർ. അന്ന് നിങ്ങളുടെ 2 കണ്ണ് ക്യാമറയുടെ മുന്നിൽ കാണിച്ചപ്പോൾ നെറ്റി സ്കാൻ ചെയ്തു. 2 കൈവച്ചപ്പോൾ കൈയുടെ ഫിംഗർ പ്രിൻറ്റും കൊണ്ടുപോയി. ഒന്നാമത്തെ സംഭവം. 2 കോവിഡിൻ്റെ മറവിൽ ഇൻഫ്രാറെഡ് മീറ്റർ വന്നു. കയ്യിലും ചൂട്, തലയിലും ചൂട്. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു എലോൺ മസ്കിൻ്റെ മൈക്രോ ചിപ്പ്. മനസ്സിലാകുന്നവർക്കായി തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ. അതിന് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ എത്ര? അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതെത്രായി? അതിന്റെ സംഖ്യ 666. കിടക്കുന്ന മൃഗം, പ്രതിമ, സംഖ്യ. ഇതാ എൻ്റെ പ്രസംഗം തീർത്തു തരാം. 666. സ്വർഗത്തിന് 3 ഘടകം: പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. എതിർ ക്രിസ്തു 1, 2 മൃഗം, 3 കള്ളപ്രവാചകൻ. ഇന്ന് രാത്രി കല്ലേലി ഗ്രൗണ്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ 6 മേഖലകളിൽ ഇത് വന്നു. 2009 ഞാൻ എലോൺ മസ്കിലേക്കാണ് പോകുന്നത്. 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യയിൽ 1ാമത്തെ സംഭവമാണ് ആധാർ. അത് ദുബായിലോട്ട് എമിറേറ്റ്സ് ഐഡൻറ്റിറ്റി ആയി. അമേരിക്കയിൽ അമേരിക്കൻ ഐഡൻറ്റിറ്റി, ആസ്ട്രേലിയയിൽ ആസ്ട്രേലിയൻ ഐഡൻറ്റിറ്റി. എല്ലാ സ്ഥലവും മനുഷ്യനക്കത്തിൽ. 2009. എല്ലാവരും കേട്ടോണേ. 2013 ദാണ്ടേ നിങ്ങളുടെ ATM കാർഡിനകത്ത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു മൈക്രോ ചിപ്പ്, നാനോയും സിലിക്കോണും DNA-യും. 2015 വീണ്ടും വന്നു ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. നിങ്ങളുടെ മനോരമയിൽ ഇടയ്ക്ക് അരിക്കൊമ്പൻ, ഇപ്പം നിൽക്കുന്ന തിരുനെൽവേലി കോതയാറിലാണ്, അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന ഫോട്ടോ കാണും. അപ്പോൾ പലരും വിചാരിക്കും മനോരമയുടെ ജോണി ലൂക്കോസ് അവിടെ പോയി ആനയുടെ ഫോട്ടോ എടുത്തതെന്ന്. എൻ്റെ പൊന്നമ്മ, അരിക്കൊമ്പൻ്റെ 7 അയലത്തെയെല്ലാം അവൻ സമ്മതിക്കത്തില്ല. അവൻ്റെ വാലയിലിരിക്കുന്ന മൈക്രോ ചിപ്പ് ISR വഴി മോണിറ്റർ ചെയ്യുന്നതാ അരിക്കൊമ്പൻ വെള്ളം കുടിക്കുന്ന കാഴ്ച. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ആ കടമനിട്ട ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിക്കാൻ വരുമ്പോൾ SHO ആദ്യം പാപ്പാനോട് ചോദിക്കും, കള്ളു കുടിച്ചോ എന്നല്ല ചോദിക്കുന്നത്, മൃഗഡോക്ടർ പേപ്പർ ഉണ്ടോ എന്ന്. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം സ്കാൻ ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നല്ല മുഴുത്ത ആനയുടെ തൂക്കം എത്രയുണ്ട്? ആരും മിണ്ടുന്നില്ലല്ലോ. 4000 മുതൽ 5000 വരെ ആനയുടെ തൂക്കമുണ്ട്. അതിനെ മേയ്ക്കുന്നത് ആരാ? ഓമല്ലൂരെ പാപ്പച്ചാൻ. 55 കിലോ ഒരു ചുള്ളിവടി, ലെഫ്റ്റ് റൈറ്റ് തട്ട വരെ നടത്തുന്നു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വത്രം. അപ്പം 5000 കിലോ ഉള്ള ആന 55 വയസ്സുള്ള ഓമല്ലൂരെ പാപ്പച്ചാൻ മേയ്ക്കുന്നെങ്കിൽ ആരാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ചിമ്പാൻസിയും കൊരങ്ങനുമല്ല, ദൈവം അതിശയവും ഭയങ്കരവുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. കരമുയരുന്നില്ലല്ലോ. സ്വത്രം. മനസ്സിലാകുന്നവർക്ക് സ്വത്രം. 5000 കിലോ ഉള്ള ആന 55 വയസ്സുള്ള ഓമല്ലൂരെ പാപ്പച്ചൻ ലെഫ്റ്റും റൈറ്റും അടിക്കുന്നെങ്കിൽ ചിമ്പാൻസി പരിണമിച്ചതല്ല, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമല്ല, അതിശയവും ഭയങ്കരമായി സ്വർഗ്ഗ മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വത്രം. അത് കഴിഞ്ഞ് വിരാട് കോഹ്ലി, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ന് ഇന്ത്യയുടെ ക്രിക്കറ്റ് കളിക്കാരൻ, അവൻ്റെ പേരാ വിരാട് കോഹ്ലി. ഇതാ കിടക്കുന്നു. RFID പാസ്പോർട്ടിനകത്ത് RFID വെച്ച് കഴിഞ്ഞു. ഒറ്റ എയർപോർട്ടിൽ നിൽക്കേണ്ട. 4ാമത്തെ സംഭവം. 5 ഒരു ലോഡ് വാഹനം നിങ്ങളിവിടെ നിരത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വാഹനത്തിനകത്ത് 5ാമത്തെ സംഭവം വന്നു. വാഹനത്തിൻ്റെ തലേ ഫാസ്റ്റാഗ് അല്ല, RFID റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. മനസ്സിലാകുന്നവർക്കായി. 6ാമത്തെ അവൻ്റെ മൂത്ത ചേട്ടൻ വന്ന് QR കോഡ് സ്കാൻ ചെയ്യുക. കരമുയർത്തുന്നവർക്കായി സ്വത്ര. ഇനി ഒന്നുകൂടെയുള്ള അച്ചായ, അതിൻ്റെ പേരാ കൈമേലും നെറ്റിമേലും മുദ്ര. അവിടെ വരെ എലോൺ മസ്ക് എത്തി. എന്താ ഇന്ന് എയർപോർട്ടിനകത്ത് യാത്ര ചെയ്യുന്നവർക്കറിയാം. അവിടെ ചെന്ന് പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ പിന്നെ കാണിച്ചാൽ മതി. QR കോഡുള്ള ടിക്കറ്റ് കാണിക്കുമ്പോൾ തന്നെ ഗേറ്റ് തുറന്നു വരാൻ പോകുന്നു. ഇതിൻ്റെ പേരാ ഏകലോക മതം, ഏകലോക ഭരണം, ഏകലോക വഴി. ലോകം ഒരുവൻ നിയന്ത്രിക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ച. 1 ആധാർ, 2 ആനയുടെ വാല്, 3 ATM, 4 ഫാസ്റ്റാഗ്, 5ാമത്തെ കാര്യം പാസ്പോർട്ട്, 6ാമത്തെ കാര്യം മൈക്രോ ചിപ്പ്. എവിടെ വന്നു? ഇന്ന് വരാൻ പോകുന്നത് QR കോഡെങ്കിൽ ഈ മൈക്രോ ചിപ്പ് വെച്ച് 7 കാര്യം
വെൽക്കം ചെയ്യാം. അതാ എലോൺ മസ്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതിനാസ്പദമായി ഒരു വാക്യം വായിക്കാം. ഈ പ്രസംഗം നിങ്ങൾ നോട്ട് ചെയ്യണം, നാട്ടുകാർക്കും കൊടുക്കണം. എങ്ങനെ മൈക്രോ ചിപ്പ് വെച്ച് മനുഷ്യനെ വാച്ച് ചെയ്യാം വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കമ്പ്യൂട്ടർ കുഞ്ഞുങ്ങൾ എല്ലായിടത്തും വേണം. അതിൻ്റെ പേര് ആറന്നം. വായിക്കാം. വെളിപ്പാട് പുസ്തകം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ. ഈ മൈക്രോ ചിപ്പിൽ എലോൺ മസ്ക് ലോകത്തെ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടുത്ത വാക്ക്. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അതിനാസ്പദമായി ദാണ്ടെ തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. ഇതിൻ്റെ പേരാ അച്ചായം വായിച്ചത്. ഇവിടെ നേഴ്സുമാരും ഡോക്ടർമാരും ഉണ്ട്. നോട്ട് ചെയ്യും. ഇതിൻ്റെ പേരാ RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മുഴുവൻ ലൊക്കേറ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം തലച്ചോറിനകത്ത് നിന്ന് വിവരം ചോർത്തിയെടുത്ത് കാര്യം ചെയ്യും. ആസ്പദമായി കൈമേലും നെറ്റിമേലും മുദ്ര. ഇതെങ്കിലും കേട്ടിട്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ബൈബിൾ പ്രവചനം നിവർത്തിയാകുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓസ്ട്രേലിയയിലോ മെൽബണിലോ സിഡ്നിയിലോ ഉണ്ട്. വളരെ ക്ലിയർ. ദുബായിലുണ്ട്. ചോര് എത്തിസലായിട്ട് മൈക്രോ ചിപ്പ് കൊണ്ടുവന്ന് സ്പെയിനുമായിട്ട് ചേർന്ന് അതിൻ്റെ പേര് 500 ദർഹത്തിന് അമേരിക്കയിൽ അറബിയുടെ കയ്യിൽ മൈക്രോ ചിപ്പ് വെച്ചു. ബയോഹാൻസ് ഇന്റർനാഷണൽ. അങ്ങനെയെങ്കിൽ RNM-ന്റെ 1-ാമത്തെ പതിപ്പ് ഇവിടെ ആരംഭിച്ചു. നിങ്ങളുടെ മനോരമ കണ്ടു. ഇതായിരിക്കുന്ന ലോകം ടെലിപ്പതിയിലേക്ക് ദൈവദാസന്മാർ കണ്ടാട്ട് കഴിഞ്ഞ ജനുവരി മാസം 31-ാം തീയതി ഒരു റഷ്യക്കാരൻ്റെ തലയിൽ മൈക്രോ ചിപ്പ് വെച്ചുകൊണ്ട് അവൻ്റെ രോഗത്തിന് മരുന്ന് കൊടുക്കുവാൻ എലോൺ മസ്ക് തയ്യാറായി കഴിഞ്ഞു. ഇതാ ഞങ്ങളുടെ ബൈബിൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ ഇന്റർനെറ്റുമില്ല, കയറുമില്ല, വയറുമില്ല. അന്ന് സ്വർഗം പറഞ്ഞു, കൈമേലും നെറ്റിമേലും മുദ്രയെങ്കിൽ ഇന്ന് രാത്രി കല്ലേലിയെ ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സ്വോത്രം. ദാണ്ടെ മനോരമയോ ലോകം ടെലിപ്പതിയിലേക്ക് നമ്പർ 1 ഈ ചിപ്പ് വെച്ചാൽ മസ്തിഷ്കത്തിൽ ചിപ്പ്. ഈ ചിപ്പ് കൊണ്ടുവരാൻ പോവാ. 7 കാര്യം നടക്കാൻ പോവാ. 1-ാമത്തെ മനുഷ്യൻ്റെ തലച്ചോറ്. അച്ഛൻ വായിച്ച തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. മനുഷ്യൻ്റെ തലച്ചോറ് എത്ര? 100 കോടി കോശമാ. ഒരു മനുഷ്യൻ്റെ തലയിൽ ഏതൊക്കെ ഉണ്ട്? 1 സെറിബ്രം, 2 സെറിബെല്ലം, 3 ബെഡില ബ്ലാങ്കറ്റ്. ആ കൊച്ചിനെ നോക്കിയ ചിന്നമ്മ പറയുന്നത് തലേ കളിമണ്ണാന്ന്. മേലെ അങ്ങനെ പറയരുത്. സ്വോത്രം. 1 ബുദ്ധിശക്തി, 2 ഓർമ്മശക്തി, 3 സംസാരശക്തി. ഇന്ന് കല്ലയിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ തലൻ്റെ ടൊറൻഡോയിൽ വരെ എത്തിക്കാതെ മനുഷ്യൻ്റെ മസ്തിഷ്കം. ഈ മസ്തിഷ്കത്തിന് സാറ്റലൈറ്റ് വെച്ച് റീഡ് ചെയ്യാം. പറഞ്ഞുതരാം. അതാ എലോൺ മസ്ക് കൊണ്ടുവരാതെ. നിങ്ങളുടെ വീട്ടിൽ 2 ചെകുത്താൻ്റെ മുള്ളുണ്ട്. അമ്മാമ്മ കാറിനകത്തിരുന്ന് വൈഫൈ ഞെക്കും. മനസ്സിലാകുന്നവർക്കായി കയറും വേണ്ട, വയറും വേണ്ട. സ്വോത്രം. അങ്ങനെയെങ്കിൽ എലോൺ മസ്കിൻ്റെ ഏറ്റവും വലിയ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. അവൻ്റെ ഉപഗ്രഹം ഇന്ന് ആകാശത്തിൽ കിടക്കുന്ന, അത് വെച്ചാൽ ഉക്രൈനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ. അതുവഴി സകല മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് മോഡി സാർ വരവേൽക്കാൻ പോകുന്നു. ട്രംപ് കൈ കൊടുക്കുന്നു. ഇത് വെച്ചാൽ 5 കാര്യം. 1-ാമത്തെ കാര്യം എല്ലാവരും ഇത് വെക്കും. 1-ാമത്തെ കാര്യം, വീട്ടിനകത്ത് അൽഷിമേഴ്സ്, പക്ഷാഘാതം, സൈഡ് തളർന്ന രോഗികളുടെ കയ്യിൽ ഒരു ചിപ്പ് കൊടുത്താൽ മോണിറ്റർ ചെയ്യുമ്പോൾ തലച്ചോറ് പറയും ഈ കുഞ്ഞിന് ഈ മരുന്ന് കൊടുത്താൽ ആശ്വാസം കിട്ടും. അപ്പം മെഡിക്കൽ സയൻസ് എതിരേക്കൂ. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. നമ്പർ 1. 2-ാമത്തെ കാര്യം കേട്ടോണം. ബാക്കിയെല്ലാം കണ്ടുപിടുത്തോ. എല്ലാ മനുഷ്യരിലും 80% മനുഷ്യരിൽ ക്യാൻസർ ഉണ്ട്. എയർലി ഡിറ്റക്ട് ക്യാൻസർ ഈ ഒരു മൈക്രോ ചിപ്പ് വെച്ച് ഇത് ചെയ്താൽ ക്യാൻസർ 30 വർഷത്തിനകം വരുമെന്ന് പറയും. അല്ലെ എപ്പോൾ വരുമെന്ന്. പിന്നെ ഹാർട്ട് അറ്റാക്കും എപ്പോൾ വരുമെന്ന് പറയും. അർത്ഥം മനുഷ്യൻ്റെ ആയുസ് 30 വർഷവും കൂടെ കൂട്ടാം. അപ്പോൾ ആരാദ്യം വെക്കും? നിങ്ങളും വെക്കത്തില്ല, ഞങ്ങളും വെക്കത്തില്ല. ആദ്യം എന്നെപ്പോലെ പ്രസംഗിക്കുന്ന ഉപദേശിമാർ വെക്കും. ആരും അറിയാതെ 30 വർഷം കൂടെ കിട്ടിയാൽ കാശ് കിട്ടും. കരമുയർത്തുന്നവർക്കായി സ്വോത്രം, മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. 30 വർഷവും കൂടെ മനുഷ്യൻ്റെ ആയുസ് കിട്ടും. 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം കേട്ടോ, എല്ലാവരും കേൾക്കണം. വൻകിട കമ്പനികൾ വരവേൽക്കാൻ പോകും. ബാക്കി ടെക്നോളജി പറഞ്ഞുതരാം. ഇന്ന് ടെക്നോ പാർക്ക് തിരുവനന്തപുരം, UST ഗ്ലോബൽ അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി, അവിടെ ഒരു പർച്ചേസർ, അവൻ കമ്പനിയുടെ കൊട്ടേഷൻ മറിക്കുന്നെന്ന് ഉടമയ്ക്കൊരു സംശയം. ഉടമ ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യുന്നതെന്നറിയോ? എവൻ്റെ കൈ ഒരു ചിപ്പ് കൊടുക്കും. മോനെ മക്കളെ എന്ന് വിളിച്ചിട്ട് വൈഫൈ കൊടുക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ കൊടുക്കുമ്പോൾ ഈ ചിപ്പ് പറയും എവൻ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നെന്ന്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വൻകിട കമ്പനികൾ ജോൺസൺ ആൻഡ് ജോൺസൺ, UST ഗ്ലോബൽ, റിലയൻസ്, മോർമോർ, ആദിത്യ, ടാറ്റ കൺസൾട്ടൻസി എല്ലാം മൈക്രോ ചിപ്പ് കൊണ്ടുവരും വർക്കേഴ്സിനെ വാച്ച് ചെയ്യാൻ. 3
നാലാമത്തെ കാര്യം GPS. ഈ ചിപ്പ് വച്ചവൻ എവിടെയെന്ന് സാറ്റലൈറ്റ് പറയും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ദാണ്ട് ഇന്ന് നിങ്ങളുടെ മൊബൈലാണ് കാണിക്കുന്നത്. ഇപ്പം കടമനിട്ടയായി, നേരത്തെ കല്ലേലിയായി, നേരത്തെ റിംഗ് റോഡായി, നേരത്തെ കൈപ്പട്ടൂരായി. അതൊന്നും വേണ്ട. ചിപ്പ് കയ്യിലിരിക്കുമ്പോൾ ലൊക്കേഷൻ പറയും. 4. അഞ്ചാമത്തെ കാര്യം, സഹോദരന്മാർക്ക് സന്തോഷ വാർത്ത. ഈ ചിപ്പ് കയ്യിൽ വച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് ആലോചിക്കുക, കോടകളഞ്ഞ് തോമാച്ചാനെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ മൈക്രോ ചിപ്പ് മൊബൈലിന് മെസ്സേജ് കൊടുക്കും, തോമാച്ചാനെ വിളിച്ചു തരാം. ഗൂഗിൾ പോലും വേണ്ട. മനസ്സിലാകുന്നവർക്കായി നല്ല കാലം. സ്വോത്രം. അത് 5-ാമത്തെ സംഭവം. 6-ാമത്തെ സംഭവം എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ വിദേശ രാജ്യത്ത് യാത്ര ചെയ്യുന്നവർ, ഇനി കൊലപാതകവും കള്ളവും ഒന്നും നടക്കത്തില്ല. ക്യാമറ. ഇവിടുന്ന് ഒരു വ്യക്തി ദുബായ് എയർപോർട്ടിൽ പോകുന്നു. അവൻ ബാങ്ക് റോബറിക്കാണ് പോകുന്നത്. സംഭവം കേട്ടോണം. അവൻ അവിടെ ഇറങ്ങുമ്പോൾ ക്യാമറയിൽ ചിപ്പ് വെക്കും. അത് വൈഫൈ പോലെ അവൻ്റെ തലച്ചോറിനെ ഊറ്റും. മനസ്സിലാകുന്നവർക്കായി. അവൻ കേരളത്തിൽ നിന്നൊരു പ്ലാൻ ചെയ്താൽ പോയിരിക്കുന്നത് അവിടെ ATM മോട്ടിക്കാൻ. അതെന്തോയും ഈ എലോൺ മസ്കിൻ്റെ മൈക്രോ ചിപ്പ് ഊറ്റും. അതാരെ കൊടുക്കും? നമ്മുടെ ലൈവ് കൊടുക്കുന്ന പിള്ളേരിക്കുന്ന പോലെ ദുബായ് CID കൊടുക്കും. നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി കൂട്ടത്തിൽ ഒരാൾ വന്ന് നമ്മളെ പിടിക്കും, നേരെ കൊണ്ടുപോകും. ലോകരാജ്യങ്ങൾ വരവേൽക്കാൻ പോകുന്നു മൈക്രോ ചിപ്പിനെ. കരമുയർത്തുന്നവർക്കായി സംഭവിക്കാൻ പോവുക. അതിൻ്റെ പേര് 6. 6-ാമത്തെ സംഭവം. നിങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് കാർ ഓടിച്ചുകൊണ്ട് പോവാം. അച്ഛനുണ്ട്, അമ്മാമ്മയുണ്ട്, ഏനാത്തും ഏഴംകുളത്തും ഒക്കെ ക്യാമറയുണ്ട്. ഈ ക്യാമറയ്ക്കകത്ത് എലോൺ മസ്ക് ഒരു ചിപ്പ് വച്ചാൽ ഓടിക്കുന്ന അച്ചായൻ്റെ ECG മൈക്രോ ചിപ്പ് വലിച്ചെടുക്കും. മനസ്സിലാകുന്നവർക്കായി. അച്ചായൻ്റെ ഹാർട്ടിന് വേരിയേഷൻ ഉണ്ട്. കൺട്രോൾ റൂമിൽ വിളിച്ച് പറയും, ഏനാത്തെത്തുന്നതിന് വിട്ട് വണ്ടി ഒതുക്കാൻ പറയും. അച്ചായൻ്റെ അടുത്ത് പറയും, ശ്വാസം ചെക്കി മാറിയിരി, വേറെ ആൾ വണ്ടി ഓടിക്കാൻ. മെഡിക്കൽ സയൻസ് വരവേൽക്കാൻ പോകുന്നു. 7-ാമത്തെ സംഭവം മൈക്രോ ചിപ്പ്. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകുന്നു. 8-ാമത്തെ സംഭവം പെന്തിക്കോസുകാർ കേട്ടാട്ടെ. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച BJPയുടെ നേതാവ് കഴിഞ്ഞ ദിവസം എലോൺ മസ്കുമായിട്ട് ബ്രിട്ടനിൽ കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ പേരാ ChatGPT കോൺഫറൻസ് 2023 ബ്രിട്ടൻ. അന്ന് അവർ ചേർന്നൊരു കാര്യം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോട് പറയണം, ഇന്ത്യ 150 കോടി ജനം, കവർച്ചയും കൊലപാതകവും നടക്കത്തില്ല. സകല മനുഷ്യൻ്റെ മൈക്രോ ചിപ്പ് കൊടുത്താൽ സാറ്റലൈറ്റ് വഴി സകല മനുഷ്യനെ മോണിറ്റർ ചെയ്യാമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ട്രംപും എലോൺ മസ്ക് നരേന്ദ്രമോദി സാറ് അത് കഴിഞ്ഞിട്ട് ബെഞ്ചമിൻ നെതന്യാഹു കൈ കൊടുക്കാൻ പോകുമ്പോൾ ഇവിടെ ഒരു മൈക്രോ ചിപ്പ് വരാൻ കാലമായി. മൃഗത്തോട്, അതിൻ്റെ പ്രതിമയോട്, അതിൻ്റെ സംഖ്യയോട്, അതിൻ്റെ മുദ്രയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ വീട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 ചിപ്പ് ഒരു മനുഷ്യൻ്റെ ശരീരത്ത് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം. ഇന്ന് നിങ്ങളുടെ ATM-നകത്ത് ചിപ്പ് കണ്ടില്ലേ? ഇന്നത്തെ ബാങ്കുകാർ സെൻട്രൽ ഗവൺമെൻറ്റോട് പറയാം കൈക്ക് വെക്കണമെന്ന്. സ്വോത്രം. ATM വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടില്ലേ? അതുകൊണ്ടല്ലേ കുഞ്ഞമ്മാമ താണ്ട് പത്തനംതിട്ട പൈസ എടുക്കാൻ നിൽക്കുമ്പോൾ ഹിന്ദിക്കാരൻ പാട്ട് പാടുന്നില്ലേ? തൂച്ചേ ദേക്കാത്തോ ജാനാസനം. കുഞ്ഞമ്മാമെ കാണാനല്ല, കാർഡ് പിടിക്കാനോ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ബാങ്കുകാർ മുഴുവൻ പറയുന്നു, ഈ കാർഡ് പോകത്തില്ല, കയ്യിൽ കൊടുത്താൽ സേഫെങ്കിൽ ഒരു നമ്പരുമായിട്ട് എതിർക്കസു വരാറായി. എന്നാൽ ഇന്ന് രാത്രി ഒരു കാർഡിനകത്ത് 4 ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യാം. നാനോയും സിലിക്കോണും മൈക്രോയും DNA. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ചിപ്പുള്ളവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന് മൃഗത്തോട്, അതിൻ്റെ പ്രതിമയോട്, അതിൻ്റെ സംഖ്യയോട്, അതിൻ്റെ മുദ്രയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ടത്. ഒരു വാക്യം പറയുമ്പോൾ അവസാനിക്കും. ഇന്ന് രാത്രി കടമനിട്ട് മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. ആജ് രാത് को इसी संदेश सुनने वाला मेरा भाइयों बहनों, आप लोग किधर बैठा है? पगार नहीं जाने का, घूमने का नहीं, खर्चा करने का नहीं. ये 3रा दिन का कॉन्फ्रेंस में आप अपना परमेश्वर वादा सुन के आपका पेट का अंदर हाथ रखे आज बोलना चाहिए, 2000 साल का पहले मेरा परमेश्वर उनका बेटा यीशु मसीह को धरती के लिए भेज दिया. वो 2 जोर का बीच में कालवरी का पगाड़ में उनका खून निकल गया. वो खून से मेरे को सफाई करो. किसी भाई बहन आज हाथ उठाएगा, आपका नाम जीव का किताब में डालेगा. जीव का किताब में डालने वाला को फिर भी पकड़ने के लिए मेरा യേശു ആയേगा. കരമുയർത്തുന്നവർക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവനെ ചേർക്കാൻ യേശു വരാറായി.
ഒരു വാക്യം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, പടിനിമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ, നിങ്ങളുടെ സഹകരണത്തിന് നന്ദി, പടിനിമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ എന്താ? പാളയത്തിനകത്ത് കൊണ്ടുവന്ന് അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഒരു പെൺകുട്ടി പാപം ചെയ്താൽ അവനെ എവിടെ കൊണ്ടുവന്ന് കൊല്ലണമെന്നറിയാമോ? അവളെ പാളയത്തിൽ കൊണ്ടുവന്ന് ചുട്ടുകൊല്ലണം. എന്നാൽ പുതിയ നിയമത്തിൽ കല്ലേലയുടെ ഒരു പ്രമാണം ഞങ്ങൾ ഇവിടെ പകരുന്നു. അതിൻ്റെ പേരാ കൃപയുടെ പ്രമാണം. മനസ്സിലാകുന്നവർക്കായി കേട്ടോ. ഒരപ്പൻ, ഇതൊരു കഥയും കൂടെ സഹോദരിമാരും കേട്ടാട്ട്. നമ്മുടെ കരമടിച്ചുള്ള ശമൂലച്ചാൻ റോസമാമ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മൂത്തവൻ നല്ല മോനായിരുന്നു, ഇളയവനെ പേര് വിളിച്ച കൊച്ചുമോനെന്നാ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഈ കൊച്ചുമോന് ചെങ്ങന്നൂരിൽ പലരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ കൊച്ചുമോനോട് പറഞ്ഞു, നീ ഈ കടമനിട്ട് കല്ലേലി ഗ്രാമത്തിൽ കിടക്കേണ്ട, ചെങ്ങന്നൂർ വാ, അരുമயான പട്ടണമായിരിക്കും, നല്ല സാപ്പാട് കിട്ടരുത്, പട്ടിപ്പലിശയ്ക്കും കൊടുക്കാം. സ്വോത്രം. അപ്പൻ്റെ അവൻ ഓഹരി മേടിച്ചിട്ട് അവൻ എവിടെ പോയി? ചെങ്ങന്നൂർ പോയി. ഇനി ഇവിടെ ഒന്നുമില്ല, എല്ലാം വെറ്റു പറക്കിപ്പോയി. അവൻ ചെങ്ങന്നൂർ ചെന്ന് ബാർ ഹോട്ടലിൽ നിന്നൊക്കെ കുടിച്ച് വട്ടിപ്പലിശയ്ക്ക് കൊടുത്ത് ഏതോ ബിസിനസ് തുടങ്ങി. അന്നേരമാണ് ഒരു സംഭവം നടന്നത്. കോവിഡ് വന്നു. സ്വോത്രം. ഇവൻ്റെ വട്ടിപ്പലിശയും പോയി, കാശും പോയി, കച്ചവടവും പൂട്ടിപ്പോയി. കൂട്ടുകാർ പറഞ്ഞു, ഇനി കല്ലേലി പോയിട്ട് രക്ഷയില്ല, നമുക്ക് കോടകുളഞ്ഞയും മലയിൽ അരുമയാണ് ഒരു തമിഴൻ വന്നിരിക്കത്, അവൻ നല്ല പന്നിപാ നടത്തുന്ന, നിന്നെ അവിടെ ആക്കാമെന്ന്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഈ പന്നിപാമിനൊരു പ്രത്യേകത, തമിഴൻ നല്ല നിനക്ക് മസാല ദോശയൊക്കെ തരും. കൊച്ചുമോൻ അവിടെ ചെന്ന് ഇവരെല്ലാം കൂടെ കൊച്ചുമോനെടുത്ത് തമിഴനെ പറഞ്ഞു, അയ്യാ ഇത് അരുമயான വാലിബൻ ഇരിക്കുന്നത്, ഉങ്ക പന്നിയെല്ലാം മേയ്ക്കത്. സ്വോത്രം. നല്ല വാലിബൻ ആ പന്നിയെല്ലാം മേയ്ക്കുക. ഈ തമിഴൻ പറഞ്ഞു, അരുമயான വാലിബൻ ഞാൻ ചപ്പാത്തിയും ചിക്കനും എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം നല്ല ഭക്ഷണം പന്നിയെ കുളിപ്പിക്കണമായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ഓണർക്ക് പിടികിട്ടി, ഇനി അവൻ പോകത്തില്ലെന്ന്. മനസ്സിലാകുന്നവർക്കായി ഓണർ 4 താബു കൂടി ഉയർത്തി കെട്ടി മതിലിയാടാൻ രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് ഓണർ പന്നിയെ പിടിക്കാൻ വരും. ഞങ്ങളുടെ കൊച്ചുമോൻ ചോദിക്കുക, അയ്യാ എനിക്ക് പസിക്കരുത്, വല്ലതും തരാൻ. സ്വോത്രം. ഓണർ പറയും, മിണ്ടരുത്, നീ വാളവര് പുളിയരി, അത് കഴിഞ്ഞ് ഓക്കെ കലക്കിയ കാലിത്തീറ്റ. മനസ്സിലാകുന്നവർക്കായി കടമനിട്ടെ വീട് വിട്ടു പോകുന്ന സകല കൊച്ചുമാരും അടിക്കാൻ പോകുന്ന വാളവരെയും കാലിത്തീറ്റ. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കേട്ടോ. അങ്ങനെ ഇരിക്കുന്നപ്പോൾ 1 വർഷമായി പോയത് ഒരു ഉടുപ്പും മുണ്ടുമായിട്ടാ. ഇതാ സുവിശേഷ പ്രസംഗം. ഒരു ഉടുപ്പും മുണ്ടുമായിട്ടാ കൊച്ചുമാൻ അവിടെ ചെന്നത്. 8 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് ഭയങ്കരം. രാജ്യത്തോട് TPM-കാർ പറയുന്നല്ലോ, ലോകം തീരാറായി, കാന്തൻ വരാറായി, ഇസ്രായേലിൽ നിൻ്റെ എതിരേൽക്കാൻ. അപ്പം നമ്മുടെ പുത്തമ്പീടിയ ഗ്രൗണ്ടിൽ പ്രശ്നം കേട്ടിട്ടുണ്ട്, കാതോലിക്കറ്റിലും കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കടമനിട്ട് സ്കൂളിൻ്റെ വാതിക്കൽ നമ്മൾ കേട്ടതാ. അപ്പോൾ അവന് പിടികിട്ടി എന്തോ സംഭവിക്കാൻ പോകുന്നത്. പാസ്റ്റർ ചെന്ന് തലേ കൈവച്ചില്ല, അച്ഛൻ ചെന്ന് തലേ കൈവച്ചില്ല. അവന് സുബോധം വന്നു. വചനം കേൾക്കുന്നവൻ എഴുന്നേൽക്കും. മനസ്സിലാകുന്നവർക്കായി അവിടെ ആരുടെയും കൈ വേണ്ട. അപ്പൻ്റെ വീടിനെ ഓർത്തവൻ എഴുന്നേറ്റു. പന്നികളോട് ഒരു ഉടുപ്പ് ഒരു മുണ്ടും, ഇതാ എൻ്റെ പ്രസംഗം. പന്നികളോട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒന്നും പറഞ്ഞില്ല. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന ഗായ്സ് എന്നില്ലേ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. പന്നികൾക്കെല്ലാം ഒറ്റ വിളി ഗായ്സ്. ഇവർ മതിലും ചാടി. സ്വോത്രം. 1-ാം ദിവസം കോടഞ്ചേരിയിൽ നിന്ന് നടന്ന് ഇവിടെ കോടകുളഞ്ഞിൽ നിന്ന് നന്ന് ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ കടന്ന് അവിടെ കടന്നു. 2-ാം ദിവസം ഇവൻ കോഴഞ്ചേരി കടന്നു. 3-ാം ദിവസം ഈ പത്തനംതിട്ട നമ്മുടെ സിഗ്നലിൽ അവിടെ കടന്നു. 4:30 ആയപ്പോൾ കടമറ്റിലുള്ള ഒരു അച്ഛനും അമ്മമ്മയും പോയപ്പോൾ ഇവൻ ചുരുണ്ട് കിടക്കുന്നു. മോനെ, നീ ശമൂലച്ചാൻ്റെ അവൻ കൊച്ചുമോനല്ലേ, ഈ പരുവായി ഒന്ന്. സ്വോത്രം. അപ്പം പറഞ്ഞ, അച്ഛായ ഞാൻ വീട് വിട്ടുപോയി, ഈ പരിവായി. രാവിലെ ഒരു പരിപ്പ് വടയും ചായ 4:30 കൊടുത്തു. യവൻ അതിൻ്റെ ആവേശത്തിൽ 12 കിലോമീറ്റർ കടമനിട്ട് ഊട്ട് നടന്നു. 4:30 തൊട്ട് 6:45 ആയപ്പോൾ റോസമ്മാമ ശമൂലച്ചായന് കാപ്പി ഇടാൻ നേരം. ഇപ്പോൾ വീട്ടിൻ്റെ മുറ്റി CC ക്യാമറയാണല്ലോ. സ്വോത്രം. CC ക്യാമറ പൗരുഷം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ക്യാമറ മാറുന്നു. കൊച്ചുമോൻ നടന്നു വരുന്നു. സ്വോത്രം. വെച്ച് ഇന്നത്തെ കടമനട്ടിയിൽ ശമൂലച്ചായന് റോസമ്മാമയാന്നേ പറഞ്ഞാൽ വണ്ടി എടുക്കാൻ മുടിഞ്ഞവൻ വരും, നമുക്ക് വീഗാലാൻഡി കറങ്ങാമെന്ന്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ കണ്ട് പെര തുറന്നു കൊടുത്ത ഒരപ്പനെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇതാ സുവിശേഷ പ്രസംഗം. അപ്പാ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. അവൻ്റെ നിറം നോക്കിയില്ല, ഗുണം നോക്കിയില്ല, മണം നോക്കിയില്ല. സ്വോത്രം. അവൻ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞ, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി കേട്ടിട്ടേ ഇറങ്ങാവൂ. അവൻ്റെ പാരമ്പര്യ സ്വർഗം ചോദിച്ചില്ല, അവൻ എവിടെ കടന്നെന്ന് ചോദിച്ചില്ല, നീ കള്ളു കുടിച്ചോന്ന് ചോദിച്ചില്ല. അവൻ്റെ ഉടുപ്പിൻ്റെ പ്രത്യേകത എന്താ മാമ? ഇതാ സുവിശേഷ പ്രസംഗം. 1 വർഷമായി പന്നിയുടെ കൂട്ടത്തിൽ കിടന്ന ചാണകവും മൂത്രത്തിലുള്ള ഉടുപ്പ. നിറം നോക്കാതെ, മണം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ, ഡോക്ടറേറ്റ് നോക്കാതെ മടങ്ങി വന്ന് മാറോട് ചേർത്ത് ഒരപ്പൻ മകനെ പിടിച്ചതുപോലെ ഈ കൺവെൻഷന്റെ അവസാന രാത്രി കല്ലേറി. നീ മദ്യപാനിയാണോ? കുടുംബജീവിതം തകർന്ന വ്യക്തിയാണോ? ഇന്ന് രാത്രി ആത്മഹത്യ കൊതിക്കുന്ന വ്യക്തിയാണോ? മടങ്ങി വാ.
ആ അപ്പനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. പക്ഷേ നീ മണിയറയ്ക്കകത്ത് പോകണമെങ്കിൽ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ പോയപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്തായിരുന്നു, നിനക്ക് വേണ്ടി നല്ല തട്ടാൻ തങ്കപ്പനെ കൊണ്ട് മോതിരവും ചെരുപ്പ് കൊണ്ടത്. പക്ഷേ നീ മണിയറയ്ക്കകത്ത് കയറുന്ന രക്ഷയുടെ വസ്ത്രം ധരിക്കണം. ഇന്ന് രാത്രി ഒന്നാമത്തെ യാദവ് ഏതൻ്റെ പൂങ്കാവനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാദവ് കാൽവറിയിൽ തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തിയെങ്കിൽ, അവൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, ആ രക്ഷയുടെ വസ്ത്രമുള്ളവനെ മണിയറയിൽ കൊണ്ടുപോകാൻ എൻ്റെ നാഥൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്ന ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്ന ഇന്ന് രാത്രി ഞാൻ അവൻ എന്നോടും അത്താഴം കഴിക്കും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവസാന ഭാഗത്തിലേക്ക് വരാൻ പോകുന്നു. എഫേസ്യർ 30. അപ്പോൾ ഏത് മുദ്ര നമ്മൾ ധരിക്കും? എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയ്ക്ക് വഴിയായി എലോൺ മസ്കും ട്രംപും മോഡി സാറും ഒരുങ്ങുന്നു. ഒന്ന്, ഒരു ദേവാലയം ഇവിടെ വരാറായി. അതിനു മുമ്പ് സഭയാകുന്ന മണവാട്ടി എടുക്കപ്പെടാൻ പോകുന്നു. 2, ഒരു മുദ്രയുമായി അവർ വരാൻ പോകുന്നു. ആ മുദ്ര വരുന്നതിനും വിട്ട് ഇവിടെ ഒരു സംഭവം നടക്കുക. വായിക്കാം എഫേസ്യർ 4:30. വായിച്ചടച്ചാ എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. We don't need the mark of Satan. We don't Elon Musk signature. നമുക്ക് അവന്റെ മുദ്രയൊന്നും വേണ്ട. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. വായിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആ വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. കൺവെൻഷന്റെ അവസാന രാത്രി, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. The 47, the president of US coming, Trump also handed Elon Musk. അതിനാസ്പദമായി ഇസ്രയേലിൽ ചർച്ചക്കോടിൻ്റെ ഒരു അംബാസഡറെ യഹൂദന് കൊടുത്തിരിക്കുന്നു. സ്വോത്രം. ജീസസ് ഇല്ലെന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടു കൊടുത്തേക്കുവാ എലോൺ മസ്ക്. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു